അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. മതി. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ഈ അനുഗ്രഹിക്കപ്പെട്ട ഹാളിൽ ദൈവവുമായി നിൽക്കുവാൻ കർത്താവ് എനിക്ക് നൽകിയ ഭാഗ്യത്തെ ഓർത്ത്, എൻ്റെ ആയുസ്സിൽ ഒരു അവസരം കൂടെ തന്നതിനെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് എന്നെ ക്ഷണിച്ച പ്രിയ പാസ്റ്റർ, കുടുംബം, സഭയിലെ പ്രിയപ്പെട്ടവർ, വേദിയിലായിരിക്കും ദൈവദാസന്മാർ, നല്ല അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുന്ന കർത്താവിൻ്റെ ദാസന്മാർ, എല്ലാവർക്കും എളിയവനായ എൻ്റെ സ്നേഹ വന്ദനം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്കും എന്നോടുകൂടെ അധ്വാനിക്കുകയും എന്നോടുകൂടെ ശുശ്രൂഷിക്കുന്ന എൻ്റെ പ്രിയ ഭാര്യ കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നൊരുവാൻ ദൈവയുടെ വരുത്തിയ കൃപകൾക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് നാം കേട്ടത്, കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി അതിനേക്കാൾ മേത്തരമായതൊന്നും പറയാനില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനം എപ്പോഴും മേത്തരമാണ്. അത് എപ്പോഴും പുതുമയുള്ളതാണ്. ആകയാൽ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളായിരുന്നാൽ ദൈവം നിങ്ങളോട് ഇടപെടും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലാസറിൻ്റെയും ധനവാന്റെയും ചരിത്രം അനേക വർഷങ്ങളായി പ്രസംഗം കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് അല്ല ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിൽ അനേക വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ കണ്ണുകൾ അടച്ചിട്ടുണ്ട്. സ്തോത്രം. ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ അവൻ്റെ മരണം വരുമ്പോൾ മരണം വരെ ജീവിക്കും. അനേക പ്രാവശ്യം അവൻ്റെ കണ്ണുകൾ അടയാം, അവൻ ഉറങ്ങാം, അവൻ പിന്നെയും പ്രഭാതത്തിൽ ഉണരും. ഉന്നതന്മാര്, സമ്പന്നന്മാര്, മഹത്തുക്കൾ, പ്രധാനപ്പെട്ടവർ, ചെറിയവർ, വലിയവർ എല്ലാവരും ഉറങ്ങുകയും ചെയ്യും, ഉണരുകയും ചെയ്യും. പക്ഷെ അവസാനമായൊരു നിമിഷമുണ്ട്, ഒരിക്കലായിട്ട് കണ്ണുകൾ അടയും. സ്തോത്രം. മനുഷ്യൻ മരിക്കും, നിശ്ചയമാണ്. പഴയ നിയമത്തിൽ ഒരു ചോദ്യം സങ്കീർത്തനക്കാരൻ ചോദിച്ചിട്ടുണ്ട്. സഹോദരൻ ശവക്കുഴി കാണാതെ അവനെ വീണ്ടെടുക്കുവാനോ വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്ക് കഴിയും? ഇതൊരു ചോദ്യചിഹ്നമായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്താൽ അവൻ വീണ്ടെടുപ്പ് വില കൊടുത്ത് നമ്മെ മരണത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുവാൻ ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. അനേകരുടെ മരണത്തോടുകൂടി അവിടെ കണ്ണുകൾ അടഞ്ഞ് ശവപ്പെട്ടിക്കകത്തൊതുങ്ങി. നാട്ടുകാർ കൂടുന്നു, വീട്ടുകാർ കൂടുന്നു, ബന്ധുക്കൾ കൂടുന്നു, പാട്ടുകാർ, കൊയറുകൾ പാട്ടുകൾ പാടുന്നു, പുരോഹിതന്മാർ കടന്നു വരുന്നു, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന മതപ്രമാണികൾ കടന്നു വരുന്നു, അനുശോചനങ്ങൾ രേഖപ്പെടുത്തുന്നു, ആചാരങ്ങൾ നടത്തുന്നു, കരിങ്കൊടി നാട്ടുന്നു. ആ അനുശോചനങ്ങളും പത്രവാർത്തകളും നാട്ടുകാർ, വീട്ടുകാർ മരണത്തിന്റെ വാർത്ത കൊട്ടിഘോഷിച്ച് ലോകത്തിൽ ഓരോ മനുഷ്യന്റെയും അവസാനം കുറിക്കുകയാണ് ചെയ്യുന്നത്. അവന്റെ കണ്ണുകൾ അടയുന്നു, മൂക്കിൽ പഞ്ഞി വയ്ക്കുന്നു, കൈകാലുകളെ തമ്മിൽ യോജിപ്പിക്കുന്നു, ശവപ്പെട്ടിക്കകത്തൊതുക്കുന്നു. അതോടുകൂടി അവന്റെ അവസാനം വരുന്നു. ഇതാണ് മനുഷ്യൻ അനുഭവിക്കുന്ന അവന്റെ മരണ അവസാന സമയം. എന്നാൽ മരണാനന്തരം അവന്റെ കണ്ണുകൾ എവിടെ തുറക്കും എന്നതാണ് ഒരു ചോദ്യചിഹ്നം. നീ മരിച്ചാൽ നിന്റെ കണ്ണുകൾ തുറക്കുമോ? അനേകർ മരിച്ചു, അവിടെ കണ്ണുകൾ അടഞ്ഞ് കുഴിക്കകത്ത് പോയി. ഇനി അവരെവിടെയാണ് കണ്ണുകൾ തുറക്കാൻ പോകുന്നത്? മരണാനന്തരം കണ്ണുകൾ തുറന്ന രണ്ട് വ്യക്തികളാണ്, അവിടെ അനുഭവങ്ങളാണ് ഈ ചരിത്രത്തിൽ കൂടെ രേഖപ്പെടുത്തുന്നത്. മരണാനന്തരം കണ്ണുകൾ തുറന്ന് ലാസറെ ദൈവം ഉയർപ്പിച്ചപ്പോൾ അവന്റെ കണ്ണുകൾ തുറന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിൻ നാളിൽ അവന്റെ കണ്ണുകൾ തുറന്നു. എന്നാൽ ഇവിടെ രണ്ട് സ്ഥലങ്ങളിൽ
പോയി അവരുടെ കണ്ണുകൾ അടച്ചു തുറക്കുന്നതും മരണത്തോടുകൂടി അവരുടെ കണ്ണുകൾ അടയുമ്പോൾ രണ്ട് സ്ഥലത്ത് ചെന്ന് അവരുടെ കണ്ണുകൾ തുറക്കുകയാണ്. ഒന്ന് യാതനാ സ്ഥലം, മറ്റൊന്ന് ആശ്വാസ സ്ഥലം, അല്ലെങ്കിൽ ദൈവത്തിന്റെ പറുദീസ. ഇന്ന് രാത്രികാലം ദൈവാത്മാവിനെ നടത്തുന്നത് എനിക്കും നിങ്ങൾക്കും ഒരവസാനമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ യാത്ര അയച്ചത് വരാം, ചിലപ്പോൾ അയച്ചില്ലെന്നും വരാം. ഭൂമിയുടെ ഏതെങ്കിലും കോണിൽ നാം മരിച്ചു വീണാൽ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ കണ്ണുകൾ തുറക്കുന്നത് എവിടെയാണ്? നമ്മൾ ഉറക്കമുണരുമ്പോൾ നാം എവിടെയാണ് ഉണരുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സുഖലോലുപരായി ജീവിച്ച ധനവാൻ, അവൻ മരിച്ചു, അടക്കപ്പെട്ടു. നാട്ടുകാർ വന്നു, വീട്ടുകാർ വന്നു, കരിങ്കൊടി നാട്ടി ഹർത്താൽ ആചരിച്ചു. വലിയ പത്രത്തിലൊക്കെ പരസ്യം വന്നു കാണും. അവൻ ദൈനംദിന ജീവിതത്തിൽ ധൂമ്രവസ്ത്രം ധരിച്ച് ആഡംബരത്തോട് നടക്കുമ്പോൾ അവന്റെ വീട്ടിന്റെ പടിപ്പുരയിൽ ഒരു മനുഷ്യൻ വ്രണം പിടിച്ചവനായി ആരും തിരിഞ്ഞു നോക്കാതെ വേദന കൊണ്ട് മുളയുമ്പോൾ നായ്ക്കൾ വന്ന് അവന്റെ വ്രണത്തെ നക്കി ആത്മാശ്വാസം പകർന്നു. ഒരു ദിവസം ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. ഒരു ദിവസം ലാസർ മരിച്ചു. അവനെ അടക്കി എന്ന് പറയുന്നില്ല, എവിടെ അടക്കിയെന്ന് പോലും പറയുന്നില്ല. ആളുകൾ വന്ന് കാണത്തില്ല, കരിങ്കൊടി നാട്ടി കാണത്തില്ല, ഹർത്താൽ ആചരിച്ചു കാണത്തില്ല. പക്ഷേ നാറ്റം പിടിച്ചവനെ, ദുർഗന്ധം വമിച്ചവനെ, പുണ്ണു പിടിച്ചവനെ ഒരു കമ്പ് കൊണ്ട് കുത്തി ഒരു ഓടയിൽ എവിടെയെങ്കിലും ഇട്ട് കാണും. പ്രിയമുള്ളവരെ, അവന്റെ അടുക്കൽ വന്നത് ദൈവത്തിന്റെ ദൂതന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. ധനവാനെ യാതനാ സ്ഥലത്തേക്ക് പോവുകയാണ്. ലാസർ അബ്രഹാമിന്റെ മടിയിലേക്ക് ദൂതന്മാർ കൊണ്ടുപോകുന്നു. ധനവാൻ യാതനാ സ്ഥലത്ത് കിടക്കുമ്പോൾ ലാസർ ഇരിക്കുന്ന സ്ഥലം നോക്കി അവൻ കെഞ്ചുന്ന ഭാഗങ്ങളാണ്, അതിലൊരു ഭാഗമാണ് നാം വായിച്ചത്. വേദപുസ്തകം പഠിച്ചാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ചില വാസസ്ഥലങ്ങളുണ്ട്. 6-7 വാസസ്ഥലങ്ങളെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു. ദൈവം വസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് അത്യുന്നതൻ വസിക്കുന്ന നിവാസം. എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായം അത് വിശദീകരിക്കുന്നു. അവൻ നക്ഷത്രങ്ങളുടെ മീതെ അവൻ വസിക്കുന്നു. അവന്റെ സിംഹാസനം ഉത്തരദിക്കിലാകുന്നു. അവൻ ദൂതന്മാരിൽ ആരാധ്യരായി അവിടെ കഴിയുന്നു. അതിന്റെ തൊട്ട് താഴെ വേർഭാഗമുണ്ട്, ദേവപർവ്വതം എന്ന് പറയുന്നു. ചിറകുകൾ വിടർത്തി പറക്കുന്ന കെരൂബുകളും സറാഫുകളും, അകത്തും പുറത്തും കണ്ണുകൾ നിറഞ്ഞ് കാള, കഴുക, സിംഹം, മനുഷ്യങ്ങളോടുകൂടെ പറക്കുന്ന ജീവികൾ, യഹോവ പരിശുദ്ധൻ പരിശുദ്ധത്തിൽ നിന്ന് ആരാധിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ വസിക്കുന്ന ദേവപർവ്വതം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതൊരു സ്ഥലമുണ്ട്. വീണുപോയ സാത്താൻ, വീണുപോയ ദൂതനെ തള്ളിക്കളഞ്ഞപ്പോൾ ദൈവം ഒരു തോട്ടമുണ്ടാക്കി. അതിന് ഏദൻ തോട്ടം എന്നാണ് പേര് കൊടുത്തത്. അവിടെ ആദാമിനും ഹവ്വയും താമസിക്കുവാൻ ദൈവം എല്ലാം ക്രമീകരിച്ചു കൊടുത്തു. അതിനെ അറിയുന്ന ഏദൻ തോട്ടം ഇന്ന് കെരൂബുകളാൽ അതിനെ കാവൽ നിർത്തിയിരിക്കുന്നു. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഈ ഭൂമിയിലേക്ക് തള്ളപ്പെട്ടു. അത് മനുഷ്യാധിവാസം ആയി കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മെക്കുറിച്ച്, ഓരോരുത്തരെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ഇതിന്റെ താഴെയാണ് ഭൂമിയുടെ ആഴങ്ങളിൽ, അല്ലെങ്കിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന മറ്റൊരു സ്ഥാനമാണ് നരകം. അതിനെ യാതനാ സ്ഥലം എന്നാണ് പറയുന്നത്. അവിടേക്കാണ് ധനവാൻ പോയത്. കുറച്ചുകൂടെ ചിന്തിച്ചാൽ അത് മുകളിൽ ലാസർ വസിച്ച സ്ഥലം പറുദീസ.
ഇങ്ങനെ പല നിലകളിലാണ് ബൈബിളിൽ നമ്മെ പഠിപ്പിക്കുന്നത്. മൃഗങ്ങളെക്കാൾ, പക്ഷികളെക്കാൾ, സർവജീവജാലങ്ങളെക്കാൾ ദൈവം നമ്മെ മനോഹരമായി സൃഷ്ടിച്ചത് ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ച് ഒരു സാധാരണ അനുഭവത്തിൽ കുറെ കാലത്ത് നിന്ന് കുടിച്ച് ഈ ലോകം വിട്ട് നാം യാത്ര ചെയ്യുവാനല്ല. ദൈവം എന്നെയും നിങ്ങളെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അത്രേ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. നഷ്ടപ്പെട്ട പർദീസയിലേക്ക് ദൈവം നമ്മെ മടക്കി കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആകയാൽ ദൈവാത്മാവ് നമ്മളിലേക്ക് പകർന്ന് പാപത്തിന്റെ ചങ്ങലകളെ അഴിച്ചുകൊണ്ട് കർത്താവിന്റെ ക്രൂശിലെ മരണത്താൽ നമുക്ക് വിടുതൽ തന്ന് ദൈവരാജ്യത്തിൽ നമ്മെ കൊണ്ടുപോകാനാണ് ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യന് ആത്മാവുണ്ട്, മൃഗങ്ങൾക്ക് ജീവനേ ഉള്ളൂ. നാം ഇവിടെ ഇരുന്ന് വചനം ശ്രദ്ധിക്കുന്നുണ്ട്, മൃഗങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. മൃഗങ്ങളെക്കാൾ വ്യത്യാസം. നമ്മളൊരു പൂച്ചയെ വിളിച്ച് ചോദിച്ചാൽ, പൂച്ചേ നീ എവിടെയായിരുന്നു ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ളൂ, മിയാ. ഇന്നലെ രാത്രി എവിടെയായിരുന്നു? മിയാ. ഇന്നലെ എന്ത് കഴിച്ചു? മിയാ. എല്ലാത്തിനും മറുപടി മിയാണ്. എന്നാൽ മനുഷ്യനോട് ചോദിച്ചാൽ അവൻ പറയും, കഴിഞ്ഞ രാത്രി ഞാൻ എവിടെയായിരുന്നു, ഞാൻ എന്ത് ചെയ്തു. അവന് വിവേകമുണ്ട്, പരിജ്ഞാനമുണ്ട്, ഹൃദയത്തിനകത്ത് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി, കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. ഇത് വിളിച്ചറിയിക്കുന്നത് നാം മൃഗങ്ങളെക്കാൾ വ്യത്യസ്തമായ ജീവിതം എന്നുള്ളതാണ്, ജീവി എന്നുള്ളതാണ്. ആകയാൽ ഈ ശരീരത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുക, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. ഏദൻ തോട്ടത്തിൽ പാപം ചെയ്ത മനുഷ്യൻ അവനെ തള്ളിക്കളഞ്ഞ്, എന്നാൽ അവനെ വീണ്ടെടുക്കുവാൻ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ 4 സുവിശേഷം, 4 അധ്യായങ്ങൾ യേശുവിന്റെ ദൗത്യത്തെ വെളിപ്പെടുത്തുന്ന ഭാഗങ്ങളാണ്. മാത്യു, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇത് യേശുവിന്റെ 4 പദവികളെ വിളിച്ചറിയിക്കുന്ന സുവിശേഷങ്ങളാണ്. മത്തായിയിൽ യേശു രാജാവാണ്, മാർക്കോസിൽ യേശു ദാസനാണ്, ലൂക്കോസിൽ യേശു പൂർണ്ണനായ മനുഷ്യനാണ്, യോഹന്നാനിൽ യേശു പൂർണ്ണനായ ദൈവമാണ്. 4 ദൗത്യങ്ങളെ വിളിച്ചറിയിച്ചുകൊണ്ട് മത്തായിയുടെ 4 അധ്യായത്തിൽ, ആദ്യത്തെ 4 അധ്യായത്തിൽ തന്നെ യേശു ക്രിസ്തു ലോകത്തിൽ വന്നതിന്റെ പ്രാധാന്യത വിളിച്ചറിയിക്കുക. ഒന്നാം അധ്യായം 21 വാക്യം മത്തായി ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. മത്തായി 1:21. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. യേശുവിന്റെ ഒന്നാമത്തെ വരവിന്റെ ദൗത്യം, അവൻ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു. അനേക നേതാക്കന്മാര്, മിടുക്കന്മാര്, ചക്രവർത്തിമാരൊക്കെ വന്നിട്ട് പാപത്തിൽ ജനിച്ചു, പാപത്തിൽ വളർന്നു, പാപത്തിൽ മരിച്ചു. എന്നാൽ പാപം കൂടാതെ ഒരുവൻ ഈ ലോകത്തിൽ വന്നു, കന്യഗർഭിണിയായൊരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അവനെ കുറിച്ച് മത്തായി സുവിശേഷൻ പറയുന്നത്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിപ്പാൻ ലോകത്തിലേക്ക് വന്നു. ഈ അറിവ് നമുക്ക് ലഭിക്കാതിരിക്കുന്ന കാലത്തോളം നാം മനുഷ്യനായി ജനിച്ചിട്ട് ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. പാപത്തെക്കുറിച്ചും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നും പാപത്തെ
വിടുവിപ്പാൻ ഒരുത്തൻ ലോകത്തിൽ വന്നു എന്നൊരു അറിവ് മൃഗങ്ങളെക്കാൾ മറ്റ് ജീവജാലങ്ങളെക്കാൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ പകർന്ന് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ആ യേശുവിനെ അംഗീകരിച്ച് അവന്റെ പുത്രനായി അവന്റെ മകനായി ജീവിച്ച് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ വേണ്ടിയാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. As many as received him, he gave authority to become the children of God. ആരായാലും എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ സുവിശേഷ പ്രഭാഷണത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് നീയും ഞാനും പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടണം. സർവമാനവജാതിയും പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടണം. ആ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് യേശു എന്ന മാർഗമാണ്. ലോകത്തിൽ ഒരുത്തൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാനാകുന്നു വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയത്തില്ല. ആ യേശു എന്ന മാർഗത്തിൽ കൂടെ മാത്രമേ മാനവകുലത്തിന് രക്ഷയുള്ളൂ. ദൈവമായിരുന്നവൻ ദൈവത്വം മുറുകെ പിടിക്കാതെ കന്യകയിൽ കൂടെ ജനിച്ച് മാനവജാതിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഒരുവൻ ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. അതാണ് ഞങ്ങളുടെ സുവിശേഷം. ഏത് പ്രസംഗത്തിന്റെയും അടിസ്ഥാന തത്വമതാണ്, സത്യമതാണ്. സർവജാതിയും പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. 2 മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ദൗത്യം അവൻ രാജാവായി വന്നവനാണ്. കന്യകയിൽ കൂടെ ജനിച്ചവൻ വഴിയമ്പലത്തിൽ സ്ഥലമില്ലാകയാൽ അവനെ പുൽത്തൊട്ടിയിൽ കിടത്തി. പക്ഷേ അവന്റെ ജനനത്തിങ്കൽ വിദ്വാൻമാർ അന്വേഷിച്ചത് രാജാവായി പിറന്നവനെവിടെ? അവനാണ് സർവരാജ്യത്തിന്റെ രാജാവ്. ഇവിടെ ആര് ഭരിക്കും എന്നുള്ളതല്ല, ആരുടെ കൊടി ഇവിടെ ഉയരുമെന്നുള്ളതല്ല, ആര് നേതാവായിരിക്കുമെന്നുള്ളതല്ല. ഞാൻ പ്രസംഗിക്കുന്ന വേദപുസ്തകത്തിന്റെ സത്യം വിളിച്ചറിയിക്കുന്നത് എന്റെ ദൈവം പുത്രനായ യേശു ഒരു രാജാവായി ഈ ഭൂമിയിൽ വാഴാൻ പോകുകയാണ്. അത് ഏറെ താമസിക്കാതെ ഈ ലോകത്തിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. 3-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ ആരാണ്? യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ദൈവത്തിന്റെ പുത്രൻ, അവന്റെ കാലിന്റെ ചെരുപ്പ് പോലെ എനിക്ക് അവൻ ചുമക്കാൻ ഞാൻ യോഗ്യനല്ല. സ്തോത്രം. യേശുവിനെ കണ്ടുകൊണ്ട് അവൻ ദൂരത്തുനിന്ന് പറയുകയാണ്, അവന്റെ കാലിന്റെ ചെരുപ്പ് പോലും ചുമക്കാൻ, മറ്റു ഭാഗത്തുനിന്ന് അവന്റെ വള്ളി പോലും അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. പക്ഷെ ഞാൻ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു, അവനോ പരിശുദ്ധാത്മാവിന്റെ തീ കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ജീവിതം ഒരു സാധാരണ ആരാധനയിൽ ഒതുങ്ങുന്നതല്ല, ഒരു പാട്ടിലും പ്രാർത്ഥനയിലും ഒതുങ്ങുന്നതല്ല. പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് പോകുന്നതാണ് ക്രിസ്തീയ ജീവിതം. യേശു ക്രിസ്തു നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ, യേശുവിന്റെ മക്കളെങ്കിൽ, അവൻ നമ്മെ പരിശുദ്ധാത്മാവിനാൽ പ്രൈസ് ദി ലോർഡ് ആമേൻ അഭിഷേകം ചെയ്ത് സ്നാനപ്പെടുത്തി ആത്മാവിലൊരു ജീവിതം ചെയ്യുവാൻ ദൈവം നമ്മെ കൃപ തരും. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയും പ്രവർത്തനവും നമ്മുടെ ഉള്ളിലില്ലാതെ വന്നാൽ നാം നശിച്ചു പോകും. പ്രിയമുള്ളവരെ, എന്തിനാണ് ദൈവപൈതന്റെ പരിശുദ്ധാത്മാവിന്റെ ആവശ്യം? പരിശുദ്ധാത്മാവ്, യേശു പറഞ്ഞു, ഓരോരുത്തരുടെ പ്രവൃത്തി കൊണ്ട് അവൻ ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ കഴിയും. ഒരുവൻ എന്ത് പ്രവൃത്തി ചെയ്യുന്നു അവന്റെ ഫലം കൊണ്ട് അവനെ തിരിച്ചറിയുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളത്തിൽ ഉണ്ടെങ്കിൽ അവൻ ആത്മാവിന്റെ ഫലം കായ്ക്കും. സ്നേഹം, സമാധാനം, സന്തോഷം, ഇന്ദ്രിയം, ഇങ്ങനെ പോകുന്നു അതിന്റെ ഫലങ്ങൾ. പരിശുദ്ധാത്മാവ്
ഈ ലോകത്തിലെ പൈശാചിക മണ്ഡലങ്ങൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ അവൻ സ്നേഹത്തിന് വിരുദ്ധമായി വൈരാഗ്യം, വാശി, തമ്മിലടി, പഹ, പിണക്കം, ജാരശങ്ക തുടങ്ങിയ പ്രവർത്തികൾ വെളിപ്പെടുത്തുവാൻ അവന്റെ ജഡത്തിനെ ആയുധമാക്കിയെടുക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അകത്തിരുന്നൊരു അഗ്നിജ്വാല പോലെ മനുഷ്യനെ കൺട്രോൾ ചെയ്തിട്ട് അവന്റെ ഉള്ളിൽ പകരുന്ന ഒന്നാണ് ദൈവസ്നേഹം. ഇത് ലോകത്തിൽ മറ്റൊരു ഈശ്വരൻ കൊടുക്കത്തില്ല, ലോകത്തിൽ മറ്റൊരു ശക്തികൾ കൊടുക്കത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് സ്നേഹത്തിലേക്ക് നടത്തുവാനിടയായി തീരും. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, സ്നേഹം ദേഹാടിക്കുന്നു, സ്നേഹം ചീർക്കുന്നില്ല, സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല, സ്നേഹം സ്വാർത്ഥ അന്വേഷിക്കുന്നില്ല, എല്ലാം സഹിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, ദോഷം കണക്കിടുന്നില്ല. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. സ്നേഹം, സമാധാനം. സമാധാനമില്ലാതെ മനുഷ്യൻ ഇന്ന് പരക്കം പായുകയാണ്. എവിടെ കിട്ടും സമാധാനം? കാണിക്കകൾ കൊടുത്താൽ സമാധാനം കിട്ടുമോ? പുണ്യസ്ഥലങ്ങൾ ചവിട്ടിയാൽ സമാധാനം കിട്ടുമോ? ആമേൻ. പുണ്യ നദിയിൽ മുങ്ങിയാൽ സമാധാനം കിട്ടുമോ? പുണ്യ മലയിൽ പോയാൽ സമാധാനം കിട്ടുമോ? മനുഷ്യന്റെ ശരീരത്തെ പീഡിപ്പിച്ചാൽ സമാധാനം കിട്ടുമോ? സമാധാനമില്ലാതെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പത്രമെടുത്ത് രാവിലെ നോക്കിയാൽ സമാധാനമില്ലാതെ കുടുംബങ്ങളിൽ സഹോദരിമാർ തന്റെ ഓമന കുഞ്ഞുങ്ങളുമായി ട്രെയിനിന് തലവയ്ക്കുകയാണ്, തൂങ്ങിച്ചാകുകയാണ്, വീട് വിട്ട് ഓടുകയാണ്. സിനിമാ നടികൾ മുതൽ പണമില്ലാഞ്ഞിട്ടല്ല, സൗന്ദര്യമില്ലാഞ്ഞിട്ടല്ല, വിദ്യാഭ്യാസമോ കഴിവോ ഇല്ലാഞ്ഞിട്ടല്ല, സ്നേഹിക്കാരൊക്കെ ധാരാളം പുകഴ്ത്താൻ ആളില്ലാഞ്ഞിട്ടല്ല. പക്ഷെ സമാധാനം അവിടെ ഉള്ളിൽ വാഴണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ ഉള്ളിലേക്ക് വരണം. ദൈവമക്കളുടെ വ്യത്യാസം ഇതാണ്. ലോകജാതികളും ദൈവമക്കളുമായുള്ള വ്യത്യാസം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതന്റെ ഹൃദയാന്തർഭാഗത്ത് ദൈവം പകർന്നിരിക്കുന്ന ഒരു അത്യുന്നത ശക്തിയാണ് പരിശുദ്ധാത്മാഭിഷേകം. പ്രൈസ് ദി ലോർഡ്. അത് യേശുവാണ് നിങ്ങളെ അഭിഷേകം ചെയ്യുന്നത്. ഇതുവരെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മീറ്റിംഗ് അവസാന രാത്രിയാണെന്ന് എനിക്കറിയാം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിന്റെ അഭിഷേകം നിങ്ങളിലേക്ക് കടന്നു വരും. അവൻ അഗ്നി കൊണ്ട് അഭിഷേകം ചെയ്യുന്നവനാണ്. നിന്നെ ആളിക്കത്തുന്ന അഗ്നിയുടെ അഭിഷേകത്താൽ ലോകത്ത് കടിച്ചു കീറാൻ നിൽക്കുന്ന സിംഹം പോലെ അലറിക്കൊണ്ട് നിൽക്കുന്ന, കഴിയുമെങ്കിൽ മൃതന്മാരെ പോലെ തെറ്റിക്കുവാൻ നിൽക്കുന്ന, അറുക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനുമായി നിൽക്കുന്ന പൈശാചിക മണ്ഡലം വായുവിള നിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നിന്നിൽ കത്തുന്ന ആളിക്കത്തുന്ന തീയ്, ഹല്ലേലൂയ, ദൂതന്മാർ പോലെ സാക്ഷ്യം പറയും. അവനൊരു സാധാരണ വ്യക്തിയല്ല, തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയല്ലയോ. അകത്തിരിക്കുന്ന ആത്മാവിൽ ആളിക്കത്തുന്ന ഒരു ദൈവപൈതൽ അവനെപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കണം, ജ്വലിച്ചുകൊണ്ടിരിക്കണം. സാത്താനെ കത്തിക്കുവാൻ കഴിയുന്ന ഒരു ആത്മാവിന്റെ ശക്തി എന്റെ മേലുണ്ട്. നിനക്ക് എന്റെ മേൽ ആധിപത്യമില്ല, എന്റെ ആത്മാവിൽ ആധിപത്യമില്ല, എന്റെ ശരീരത്തിൽ ആധിപത്യമില്ല, എന്റെ കുടുംബത്തിൽ ആധിപത്യമില്ല, എന്റെ തലമുറയിൽ ആധിപത്യമില്ല. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞങ്ങൾ വ്യാപരിക്കുന്ന ആത്മാവ് ദൈവത്തിന്റെ ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഈ പെന്തക്കോസ്തുകാര് എന്തിനാണ് ഈ അഭിഷേകത്തെ കുറിച്ച് നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത്? ആത്മാവിന്റെ ഫലങ്ങൾ പുറത്തു വരണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി നമ്മൾ അനുഭവിക്കണം. ഈ സ്വർഗത്തിന്റെ ഒരു ദാനമാണ്. ശിഷ്യന്മാർ പതറിപ്പോയി. കർത്താവേ, നീ സ്വർഗത്തിലേക്ക് പോവുകയാണ്, ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പതറിയപ്പോൾ നിങ്ങളോട് എന്നേക്കും ഇരിക്കേണ്ടതിന് ഒരാശ്വാസപ്രദനെ
ഞാൻ പോയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. ആശ്വാസപ്രദൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ അവൻ സകല സത്യത്തിലും വഴി നടത്തും. ഹല്ലേലൂയ. അഭിഷേകത്തിൽ വാഴുന്ന ഒരു ദൈവ പൈതൽ, ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ അഡ്വൈസർ ലോകത്തിലെ ജ്ഞാനികളല്ല, ഉന്നതന്മാരല്ല, സൈക്കാട്രിസ്റ്റ് അല്ല, മറ്റ് ഡോക്ടേഴ്സ് അല്ല. അവരെ നയിക്കുന്ന ഒരു ശക്തിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം. വിശ്വസിക്കുന്ന ദൈവജനം ഒന്ന് കരങ്ങളെ തട്ടി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. മ്ലാനതകൾ മാറട്ടെ. ഇന്ന് രാത്രിയുടെ ദൈവത്തിന്റെ ആത്മാവ് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് വിശ്വസിക്കുകയാണ്. വെറുതെ വിടുവാൻ ദൈവത്തിന്റെ ആത്മാവിന് ആമേൻ ഉദ്ദേശമില്ല. അഭിഷേകം വ്യാപരിക്കട്ടെ. സന്ധിമഞ്ചകളിൽ, ശരീരമണ്ഡലങ്ങളിൽ, ആത്മമണ്ഡലങ്ങളിൽ പൈശാചിക കോട്ടകൾ അഴിഞ്ഞു പോകത്തക്കവണ്ണം ആത്മാവിന്റെ മണ്ഡലം ജ്വലിക്കുന്ന തീനാളമായി മാറട്ടെ. ഒരു കൂട്ടം ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടത്തിന്റെ പ്രത്യേകതയാണ് അഭിഷേകത്തിന്റെ ആളിക്കത്തിൽ. അബദ്ധ്യപ്രവചനം 17-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്. ഒന്ന് അത് വായിച്ചിട്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് അവസാനം വന്നോളാം. എന്നാൽ ചില സത്യങ്ങൾ ദൈവമക്കൾ മനസ്സിലാക്കണം. അബദ്ധ്യാവ് 17. എന്നാൽ സിയോൻ പർവ്വതത്തിൽ ഒരു രക്ഷിതഗണം ഉണ്ടാകും. അത് വിശുദ്ധമായിരിക്കും. യാക്കോബ് ഗൃഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കും. അന്ന് യാക്കോബ് ഗൃഹം തീയും യോസേഫ് ഗൃഹം ജ്വാലയും ഏശാവ് ഗൃഹം താളടിയും ആയിരിക്കും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു 3 ഗ്രൂപ്പാണ് ദൈവാത്മാവിനാൽ അബദ്ധ്യ പ്രവാചകൻ ചൂണ്ടിക്കാട്ടുന്ന. ഒന്ന്, യാക്കോബ് ഒരു തീ, ജോസഫ് ഒരു തീനാളം, ഏശാവ് ഒരു വറ്റക്കുഴം. ദൈവാത്മാവിന്റെ ശക്തിയാൽ ആമേൻ ഏശാവ് താളടിയായി മാറും, ജോസഫ് ജോലയായി മാറും. ഒരു സ്തോത്രം കൂടെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആരാണ് ജോസഫ്? നമുക്കറിയാം, വീട് വിട്ട് നാട് വിട്ട് സ്വന്തം അപ്പനെയും അമ്മയും വിട്ട് യാത്ര തിരിച്ച് ഏകനായി തിരിച്ച് പൊട്ടക്കുഴിയിൽ കിടന്നവൻ ദൈവം അവനെ ഉയർത്തിയെടുത്ത് പോത്തിഫോറിന്റെ അരമനയിലേക്ക് ചെന്നവൻ. അവിടെ നിന്ന് അവനെ പൊക്കിയെടുത്ത് ദൈവം തമ്പുരാൻ കുഴിയിലേക്ക് തള്ളിയവൻ. അവനെ കുറിച്ചാണ് പറയുന്നത്, അവൻ ആളി കത്തുന്ന തീ എന്നാണ്. അവസരങ്ങൾ ലഭിച്ചപ്പോൾ, സാഹചര്യങ്ങൾ ലഭിച്ചപ്പോൾ, അവന് വീഴേണ്ടതായ അവസരങ്ങൾ പിശാച് കണികളാക്കി മാറ്റിയപ്പോൾ, ഹല്ലേലൂയ, അവനിൽ ആളിക്കത്തിയ തീജ്വാലയാൽ വീണു പോകാതെ പോത്തിഫോറിന്റെ അരമനയിലേക്ക് ചെന്നപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല കിടക്കാൻ പട്ടുമെത്ത, ആമേൻ, നല്ല ആഹാരം, നല്ല ജീവിത ശൈലികൾ, ആമേൻ, എല്ലാ സൗകര്യം ഉണ്ടെങ്കിലും പ്രൈസ് ദി ലോർഡ്, അവൻ തന്നെ സൂക്ഷിച്ചു. ആ ഒരു പെൺകുട്ടി അവന്റെ പുറകെ നടന്നു. യുവത്വം തുളുമ്പുന്ന ജോസഫ് ഏ സാഹചര്യത്തിൽ വീണു പോകുമെന്ന മാനുഷികമായ ചിന്തകൾ കൊണ്ട് അവന്റെ പുറകെ നടന്നിട്ട് always sitting with her, അവനോട് ഇരുന്ന് അവനോട് സംസാരിച്ച് അവനോട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പാപത്തിന്റെ സമയമായപ്പോൾ അവിടുന്ന് ഇറങ്ങി ഒരൊറ്റ ഓട്ടം വെച്ചു. പ്രിയമുള്ളവരെ, നല്ല തലമുറ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളിനകത്ത് കൊടുക്കേണ്ട ലോകത്തിന്റെ ജ്ഞാനത്തെക്കാൾ, വിദ്യാഭ്യാസത്തിന്റെ മഹിമയേക്കാൾ, ലോകത്തിന്റെ മറ്റ് കാര്യങ്ങളെക്കാൾ ഒരു ദൈവ പൈതലിന്
അകത്താത്മാവിനെ പകരുന്ന ദൈവവചനത്തിന്റെ ആഴത്തെ കൊടുക്കുമെങ്കിൽ അവൻ നശിച്ചു പോകത്തില്ല. പ്രതികൂലങ്ങൾ വരുമ്പോൾ, വശീകരണ ശക്തികൾ വരുമ്പോൾ, ഇന്നത്തെ കഞ്ചാവ്, MD അതുപോലുള്ള വസ്തുക്കൾ വരുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് അവന്റെ അകത്താളി കത്തുമ്പോൾ ദൈവകൃപയാൽ അവൻ വിടുവിക്കപ്പെടും. അവനൊരു പക്ഷേ ജയിലറ കിട്ടിയാലും അവനെ ഉയർത്തുന്ന ഒരു ദൈവം അവന്റെ പുറകിലുണ്ട്. അവനെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ച ജോസഫിനെ നോക്കിയിട്ട് പറഞ്ഞു, ജോസഫേ, നീ ഒരു സാധാരണ മനുഷ്യനല്ല. രാജീയ ചെങ്കോല് വഹിച്ചവൻ, സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവ് പറയുന്നു, ജയിലറയിൽ നിന്ന് വർഷങ്ങൾ കിടന്നവനെ കുണ്ടറയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവനെ നോക്കിയിട്ട് രാജാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, അവനൊരു സാധാരണ വ്യക്തിയല്ല, അവൻ ദൈവാത്മാവുള്ള മനുഷ്യൻ. അവന്റെ പേര് മാറ്റി സാപ്നക്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. എവിടെ നിന്നാണ് ഈ ശക്തി വന്നത്? എവിടെ നിന്നാണ് ഈ പേര് കിട്ടാൻ അർഹനായി തീർന്നത്? ഫറവോന്റെ രണ്ടാമനാക്കി മാറ്റുവാൻ, അവിടത്തെ കർത്താവാക്കി മാറ്റുവാൻ, അവിടത്തെ മന്ത്രിയാക്കി മാറ്റുവാൻ, സർവസമ്പത്തിനും അധിപതിയാക്കി മാറ്റുവാൻ, അവിടത്തെ സുപ്രീം കോടതിയുടെ ജഡ്ജിയാക്കി മാറ്റുവാൻ ദൈവം അവനെ ഉയർത്തിയത് അവൻ വ്യാപരിച്ച ദൈവാത്മാവിന്റെ ശക്തിയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യം ദൈവാത്മാവിന്റെ ശക്തിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം ദൈവാത്മാവിന്റെ ശക്തിയാണ്. ആത്മാവ് ഇന്ന് പലതരത്തിൽ വ്യാപരിക്കുന്നുണ്ട്. അന്ത്യകാലം വരുമ്പോൾ ദൈവാത്മാവിന് പകരം ദുരാത്മാവ് വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ഒന്ന് വായിച്ചാട്ടെ. 2 തെസ്സലോനിക്കർ 2:7. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. പിന്നെ അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. പിന്നെ അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. വായിച്ചപ്പോൾ ചിലപ്പോൾ ഇത് മനസ്സിലാകത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഒരു തലമുറയെ ദൈവം ഒരുക്കുന്നു. കറ, ചുളുക്കം, വാട്ടം, മാലിന്യമില്ലാത്തൊരു വിശുദ്ധ ജനത്തെ ദൈവം ഒരുക്കുന്നു. അതിൻ്റെ മറുപടിയായി പൈശാചികമായ ശക്തി വെളിപ്പാട് പുസ്തകത്തിൽ അത് വ്യക്തമായി പറയുന്നു. വെളിപ്പാട് 17-ാം അധ്യായത്തിൽ ഭൂരാജാക്കന്മാരോടുകൂടെ വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിൻ മീതിരിക്കുന്ന മഹാവേശ്യ. അവളിൽ വ്യാപരിക്കുന്ന ആത്മാവ്, ദുരാത്മാവ്, ഭോഷ്കിന്റെ ആത്മാവ്, അന്ത്യക്രിസ്തു,
അധർമ്മത്തിന്റെ മർമ്മമായി ഇന്ന് ലോകത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഒരു കൂട്ടർ പരിശുദ്ധാത്മാവിനാൽ ദൈവം ആകർഷിച്ചിട്ട് രക്ഷിക്കപ്പെടുന്നു. ഉപവാസ പ്രാർത്ഥനകൾ, ആരാധനകൾ, ആത്മീയ ശുശ്രൂഷകൾ, ഇതിന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ: ആത്മാക്കൾ രക്ഷിക്കപ്പെടണം, നമ്മുടെ തലമുറകൾ രക്ഷിക്കപ്പെടണം, നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മറുഭാഗത്ത് അധർമ്മമൂർത്തിയുടെ വ്യാപാരം ശക്തമായി വെളിപ്പെടുമ്പോൾ രക്ഷിക്കപ്പെടാതിരിപ്പാൻ പോഷ്കിന്റെ ആത്മാവിടെ മേലയക്കും. വചനത്തിന് പ്രാധാന്യതയില്ല. ദൈവവചനം എന്ത് പറയുന്നു അതിന് പ്രാധാന്യതയില്ല. സത്യം എന്ത് പറയുന്നു അതിന് അംഗീകാരമില്ല. സത്യത്തിന് വിരുദ്ധമായി അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, വീര്യപ്രവർത്തികളുണ്ട്. ഞാനിവിടെ ഇപ്പൊ നിന്നുകൊണ്ട് ഒരാള് കുരുടനാണെങ്കിൽ കുരുട, കണ്ണ് മാറ്, കണ്ണ് സൗഖ്യമാകുന്നു പറഞ്ഞാൽ ആള് സൗഖ്യമായി, ആളുകൾ കൈയടിച്ചു. ആമേൻ. മുടന്തൻ സൗഖ്യമായി, ആളുകൾ കൈയടിച്ചു. പത്രത്തിൽ വന്നു, ആൾക്കൂട്ടം കൂടി. പക്ഷേ ആളുകൾ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. എത്ര ദിവസം ഉപസിച്ചാലും, എത്ര കൺവെൻഷൻ നടത്തിയാലും, എത്ര നല്ല പാട്ടുകാരെ കൊണ്ട് പാടിച്ചാലും, കോടിക്കണക്കിന് രൂപ മുടക്കിയാലും രക്ഷിക്കപ്പെടാത്ത ശുശ്രൂഷകൾ പൈശാചിക മണ്ഡലത്തിന്റെ ആഴത്തിൽ നിന്ന് വരുന്നു. ആകയാൽ അത്ഭുതങ്ങളുടെ പുറകെ, അടയാളങ്ങളുടെ പുറകെ, വീര്യപ്രവൃത്തികളുടെ പുറകെ പോകുന്നവർ മനസ്സിലാക്കണം, ഞാൻ വിശ്വസിക്കുന്ന ദൈവവചനത്തിന്റെ സത്യമാണോടെ പ്രസംഗിക്കുന്നത്. ഇല്ലെങ്കിൽ അത് വിട്ടൊഴിഞ്ഞു മാറിപ്പോകണം. സത്യം പറയുന്നു. പത്രോസ് പ്രസംഗിച്ച പ്രസംഗമേ ഞങ്ങൾക്കുള്ളൂ, പൗലോസ് പ്രസംഗിച്ച പ്രസംഗമേ ഞങ്ങൾക്കുള്ളൂ, ാരോസ് പ്രസംഗിച്ച പ്രസംഗമേ ഞങ്ങൾക്കുള്ളൂ. മാനസാന്തരപ്പെട്, സ്നാനപ്പെട്, പാപത്തെ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ നാമത്തിൽ സ്നാനപ്പെട്, വക്രയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്ക്, വിശുദ്ധിയിലേക്ക് വരൂ, അപ്പോസ്തല ഉപദേശപ്രകാരം ആമേൻ ജീവിക്കുക. ഇതാണ് പൗലോസും പത്രോസും ഒക്കെ പ്രസംഗിച്ചത്. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ദൈവവചനം ഹൃദയത്തിൽ കുത്തുകൊണ്ട് മാനസാന്തരത്തിലേക്ക് വരുവാൻ ദൈവം കൃപ ചെയ്യും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അധർമ്മമൂർത്തിയുടെ വ്യാപാരം ഇന്ന് ലോകത്തിൽ വ്യാപരിക്കുന്നു. എവിടെ പോയാലും ആളുകൾ ഇങ്ങനെ ഒഴുകുകയാണ്, അടയാളങ്ങളുടെ പുറകെ, അത്ഭുതങ്ങളുടെ പുറകെ. പക്ഷെ അതൊന്നും നിങ്ങളെ വിടുവിക്കത്തില്ല. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. സത്യം നിങ്ങൾ അറിയുകയും സത്യം സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ദൈവവചനത്തിന്റെ സത്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. ദൈവാത്മാ പ്രകാശിച്ച ഒരു പോയിന്റോട് ആ വിഷയത്തിൽ പറഞ്ഞ് ഞാൻ എൻ്റെ ഭാഗത്തിലേക്ക് വരട്ടെ. 4-ാം അധ്യായത്തിലേക്ക് യേശു വരുമ്പോൾ ഒരു പരീക്ഷയുടെ കാലഘട്ടമാണ്. 40 രാവും പകലും കർത്താവ് ഉപവസിച്ചു, വെള്ളം കുടിച്ചില്ല, ആഹാരം കഴിച്ചില്ല. പിശാച് അവനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. 1-ാമത്തെ പരീക്ഷ വന്നു. കർത്താവ് പറഞ്ഞു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മനുഷ്യപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. 2-ാമത്തെ പരീക്ഷ വന്നു. അവൻ എടുത്ത് ചാട്, യേശുവിനെ കൊണ്ട് എന്നിട്ട് ചാടാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, അങ്ങനെയല്ല, ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 3-ാമത്തെ പരീക്ഷ അതൊരു വല്ലാത്ത പരീക്ഷയാണ്. അവനെ യേശുവിനെ ഈ ലോകം മുഴുവനും കൊണ്ട് കാണിച്ചു. സുന്ദരമായ താഴ്വരകൾ, മലകൾ, കുന്നുകൾ, ആമേൻ, പട്ടണങ്ങൾ, അമ്പരചുപ്പികളായ സൗധങ്ങൾ, ആഡംബരങ്ങൾ, സുഖങ്ങൾ, ഇതെല്ലാം നൊടിനിടയിൽ കാണിച്ചു. സാത്താൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം. എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി, ഇതൊക്കെയും നിനക്ക് തരാം.
കർത്താവ് എന്താ പറഞ്ഞത്? മറുപടി എന്താണ് പറഞ്ഞത്? ഒന്ന് കൈ ഉയർത്തിയാട്ടെ അറിയാവുന്നവര്. ആമേൻ. യേശു പറഞ്ഞ മറുപടി പറയാ അറിയാവുന്നവര് കൈ പറഞ്ഞ ഉയർത്തിയാട്ടെ. സ്തോത്രം. ചില കൈകൾ മാത്രമേ പൊങ്ങുന്നുള്ളൂ. പ്രിയമുള്ളവരെ, യേശു പറഞ്ഞ ഇതാണ്, നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ നമസ്കരിക്കാവൂ, പിന്നെ അവനെ മാത്രമേ ആരാധിക്കാവൂ. ഹല്ലേലൂയ. യേശു ക്രിസ്തു ആധികാരികമായി പറയുകയാണ്, നമസ്കാരം എല്ലാവർക്കും ഉണ്ടാകും. നിന്നുകൊണ്ട് നമസ്കരിക്കും, ഇരുന്നു കൊണ്ട് നമസ്കരിക്കും, കവണ്ണു വീണ് നമസ്കരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആരാധനയിൽ വ്യത്യാസമുണ്ട്. ആത്മാവിലുള്ള ആരാധനയ്ക്ക് വ്യത്യാസമുണ്ട്. ചിലര് കണ്ണുകൊണ്ട് കണ്ട് നമസ്കരിക്കും, കാതുകൊണ്ട് കേട്ട് നമസ്കരിക്കും, കൈ സ്പർശിച്ച് നമസ്കരിക്കും, ശരീരം കൊണ്ട് വീണ് നമസ്കരിക്കും. പക്ഷെ ആത്മാവിലുള്ള ആരാധന വ്യത്യാസമുണ്ട്. അതാണ് പെന്തക്കോസ്തുകാരുടെ ആരാധന എന്ന് പറയുന്നത്. ആത്മാവിലുള്ള ആരാധന ജഡത്തിന്റെ ആരാധനയല്ല. കണ്ണ് പറയുന്ന പോലെ അല്ല ആത്മാവിന്റെ ആരാധന, ചെവി പറയുന്ന പോലെ അല്ല ആത്മാവിന്റെ ആരാധന. ആമേൻ. ശരീരം പറയുന്ന പോലെ അല്ല ആത്മാവിന്റെ ആരാധന. ദൈവാത്മാവ് നിയന്ത്രിക്കുന്ന പോലെയാണ് ആത്മാവിന്റെ ആരാധന. അതാണ് യേശു പറഞ്ഞത്, സത്യ നമസ്കാരികൾ ഈ മലയിലുമല്ല ആ മലയിലുമല്ല, അവർ സത്യത്തിലും ആത്മാവിലും അവർ നമസ്കരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ആരാധനയ്ക്ക് വ്യത്യാസമുണ്ട്. മനോഹരമായ കൈകൾ ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, മനോഹരമായ ശരീരം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, അവൻ ഇതിന് പിശാചിന്റെ പേടകമാക്കി, പിശാചിന്റെ വാസസ്ഥലമാക്കി നിന്റെ ശരീരത്തെ നീ അവിടെ നിന്ന് കൊടുത്താൽ അവൻ അവിടെ ഇരുന്ന് ഇഞ്ചിഞ്ചായി നിന്റെ ശരീരത്തിനകത്ത് കൂടുകെട്ടി നിന്റെ സമ്പാദ്യങ്ങൾ അറുത്ത് മുടിച്ച് ലോകത്തില് അവൻ നശിപ്പിക്കത്തക്ക രീതിയിൽ അവൻ ഇഞ്ചിഞ്ചായി, കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അറുത്ത് മുടിച്ച് നശിപ്പിക്കും. എന്നാൽ ഈ ശരീരം ദൈവാത്മാവിന്റെ നിവാസമായി ജീവനും വിശുദ്ധിയുമുള്ള ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവരാജ്യത്തിന് അനുരൂപമായി നമ്മൾ ആത്മാവിലൊന്ന് ആരാധിക്കുമെങ്കിൽ അകത്ത് കൂടുകെട്ടിയ ദുഷ്ടന്റെ ശക്തികൾ, അവന്റെ ബന്ധനങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ അകത്തളയിൽ നിന്ന് അഴിഞ്ഞു പോയിട്ട് കൃപയാൽ ദൈവജനം വിടുതൽ പ്രാപിച്ച് ആരാധനയ്ക്ക് വരുമ്പോൾ, ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ തലവേദന മാറി, ശരീരത്തിന്റെ അവയവങ്ങളുടെ വേദന മാറി, അവന്റെ കൂടുകളെ ചവിട്ടിപ്പൊളിച്ചിട്ട് പോകുന്ന രംഗമാണ് ആത്മാവിലെ ആരാധന. എത്ര പേര് വിശ്വസിക്കുന്നു? ഒരു കൺവെൻഷൻ വന്ന് മാർക്കിടാനായി വന്നാൽ ആരാധിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഇതിന്റെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ഒരു യാഗമായി സമർപ്പിപ്പാൻ നീ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് കെട്ടിയിരിക്കുന്ന കെട്ടികൾ ഇവിടെ അഴിഞ്ഞു മാറും. പ്രൈസ് ദി ലോർഡ്. ഉയർപ്പിന്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഉയർപ്പിന്റെ ശക്തി എന്ന് പറയുന്നത് യേശുവിന്റെ മരണപാശങ്ങളെ, അവന്റെ ഉയർപ്പിന്റെ ദിവസം അവനെ കെട്ടിയ മരണപാശങ്ങളെ അഴിച്ചുകൊണ്ട് അവൻ മൂന്നാം ദിവസം ഉയർപ്പിച്ച ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആ ശക്തി കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയില് ഇന്ന് രാത്രി ആരാധിക്കുവാൻ അവൻ ദൈവത്തിന് വിട്ടുകൊടുക്കുമെങ്കിൽ നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി കല്ലറയ്ക്കകത്ത് ഒതുക്കി വയ്ക്കാൻ കഴിയാത്ത, രോഗത്തിന് പിടിച്ചു വയ്ക്കുവാൻ കഴിയാത്ത, ഈ ലോകത്തിന് നിന്നെ അമക്കുവാൻ കഴിയാത്ത, ഈ മാന്ത്രിക കെട്ടുകൾക്ക് നിന്നെ ഒതുക്കാൻ കഴിയാത്ത, ആഭിചാര കെട്ടുകൾക്ക് തടുക്കാൻ കഴിയാത്ത ഒരു അഭിഷേകം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ഒരു നിമിഷം ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. ഓ റബ 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 ശൗദലാൻ ഹംബരാരഗദല റൈദസി ഉരബലരഹദുനി റിഗദല റൈദസി
ഹല്ലേലൂയ. ജോസഫേ, നിന്നിൽ വ്യാപരിക്കുന്ന തീയ് ഒരു കാരണവശാലും നശിപ്പിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. വൈക്കക്കുഴലേ, യേശാവേ, നിന്റെ അവകാശങ്ങളെ പൈറ്റുപായസത്തിന് വേണ്ടി നീ കൊടുത്തിട്ട് നീ പൊട്ടിക്കരഞ്ഞാൽ പോലും നിന്റെ അവകാശം നഷ്ടമായി പോയാൽ നിനക്ക് നിന്നെ കുറിച്ച് പറയുന്നത്, വൈദിക ഭാഷയിൽ പറയുന്നത്, വെറും വൈക്കക്കുഴമാണ്. ആരാധനയ്ക്കൊരു വൈക്കപ്പന്തൽ പോലെ വന്നിരുന്ന് ചലിക്കാതെ, ആമേൻ, ഒരു വൈക്കപ്പന്തൽ പോലെ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോയാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അവസാനം അവൻ വൈക്കക്കുഴത്തിന് തുല്യം. ജോസഫിൽ നിന്ന് പുറപ്പെടുന്ന തീയ് അവനെ ദഹിപ്പിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മൾ വ്യാപരിക്കുന്ന ആത്മാവ് നമ്മെ ശുദ്ധീകരിക്കുന്ന ആത്മാവായി മാറട്ടെ, ബലപ്പെടുത്തുന്ന ആത്മാവായി മാറട്ടെ, സൗഖ്യമാക്കുന്ന ആത്മാവായി മാറട്ടെ. സാത്താനെ, ഞങ്ങൾ നിന്നെ നമസ്കരിക്കത്തില്ല, പക്ഷെ നമസ്കരിപ്പാൻ യോഗ്യനായ ഒരുത്തൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു, ആരാധിപ്പാൻ യോഗ്യനായ ഒരുത്തൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു. ഹല്ലേലൂയ. ലോകത്തിൽ ഇത്രത്തോളം ആരാധന യോഗ്യൻ ആരുമില്ല. സറാഫുകളും പക്ഷികളും പറവകളും, ആമേൻ, മൃഗജാലങ്ങളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ രാപ്പകലില്ലാതെ മുഴങ്ങിയ സ്വരത്തോടുകൂടെ ആരാധിക്കുന്ന ദൈവത്തെ എളിയവരായ നമുക്കും ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ദൂതന്മാർക്ക് ദൈവാരാധനയ്ക്കുള്ള യോഗ്യത കൊടുത്തു. പൊന്നുകൊണ്ടുണ്ടാക്കിയ, മുത്തുകൊണ്ടുണ്ടാക്കിയ, ആമേൻ, മാണിക്യം, മരതകം, പുഷ്യരാഗം, പത്മരാഗം, വൈഡൂര്യം തുടങ്ങിയവ കൊണ്ടുണ്ടാക്കി ചിറകുകളിൽ മുത്തുകൾ പതിച്ച സറാഫുകളും കെരൂബുകളും ആരാധന യോഗ്യനെ, ആമേൻ, ദൈവത്തെ 24 മണിക്കൂറും രാപ്പകലില്ലാതെ ആരാധിക്കുന്നതോട് ചേർന്ന് ആത്മാവിൽ ആരാധിപ്പാൻ ദൈവം നമുക്കൊരുക്കുന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ആലയത്തിനകത്ത് വന്നിട്ട് നീ ആരാധിക്കാതെ എഴുന്നേറ്റ് പോയാൽ, ആമേൻ, വെറും ഒരു വൈക്കക്കുഴമായി മാറും. ആരാധിച്ചു പോയാൽ ജോസഫിന്റെ കത്തിയ തീനാളം പോലെ ഒരു ശക്തികൾക്ക് നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. സഹോദരവർഗങ്ങൾക്ക് നിന്നെ പൊട്ടക്കുഴിയിലേക്ക് ഇടാൻ കഴിയത്തില്ല. ആമേൻ. നിന്നെ സ്നേഹിച്ചവര്, നിന്നെ, ആമേൻ, വിശ്വസിനെ ഉയർത്തുവന്ന പലരും നിന്നെ ചവിട്ടി താഴ്ത്തുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ ചവിട്ടി താഴ്ചയിൽ നീ വീഴത്തില്ല. ആമേൻ. പലരും നിന്നെ, സ്തോത്രം, വശീകരിക്കാൻ നോക്കിയാൽ, നിങ്ങളുടെ തലമുറകളെ വശീകരിക്കാൻ നോക്കിയാൽ, നിന്നെ വശീകരിക്കാൻ നോക്കിയാൽ, നിന്നെ കുടുക്കുകളപ്പെടുത്തുവാൻ, ആമേൻ, നിന്നെ ചതിക്കുവാൻ നോക്കിയാൽ, ആമേൻ, നിന്നെ ഒതുക്കുവാൻ നോക്കിയാൽ, ആമേൻ, ദൈവാത്മാവിന്റെ അഗ്നി നിന്റെ ആ ഉള്ളിന്റെ അകത്ത് ആളിക്കത്തുന്ന സമയം, ആമേൻ, ഒരു ശത്രുവിനും നിന്നെ തൊടാൻ കഴിയത്തില്ല. ഒരു ബന്ധനത്തിനും ഒരു മരണഭാഷത്തിനും നിന്നെ വരിഞ്ഞു മുറുക്കാൻ കഴിയത്തില്ല. മരണഭാഷകളെ അഴിക്കുവാൻ കഴിയുന്ന ഉയർപ്പിന്റെ ശക്തി കല്ലറകൾക്ക് പോലും പിടിച്ചു വയ്ക്കാൻ കഴിയാത്ത, ശവപ്പെട്ടികൾക്ക് പോലും പിടിച്ചു വയ്ക്കുവാൻ കഴിയാത്ത, ആമേൻ, ഒരു വ്യാപാര ശക്തിയാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. നീ വെറും ഒരു ശവകുടീരമായി, ആമേൻ, ഒരു വൈക്കക്കുഴമായി ദൈവസന്നിധി വന്നിട്ട് എഴുന്നേറ്റ് പോകുവാനല്ല ദൈവം ഈ അവസരത്തിലേക്ക് തന്നിരിക്കുന്നത്. ആമേൻ. കരങ്ങളെ ഒന്ന് വീശി അടിച്ച് ഒരു നിമിഷം ദൈവത്തെ ഒന്ന് ശക്തമായി ദൈവത്തെ ഒന്ന് ആരാധിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ, നമസ്കരിക്കാൻ എളുപ്പമാണ്. ആത്മാവിൽ ശക്തിയോട് കൈവീശി, ആമേൻ, അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. തുറന്നാളിക്കത്തുന്ന അഗ്നിജ്വാലകൾ ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ. നീ അറിയാത്തൊരു അത്യന്തമായ ശക്തി, ദൈവത്തിന്റെ മഹാശക്തി. അത് കണ്ണുകളെ തുറക്കുന്ന ശക്തി, ഹൃദയത്തെ തുറക്കുന്ന ശക്തി, ശരീരത്തെ ഇളക്കുന്ന ശക്തി.
തലമുറ തലമുറയായി ഇതിനെ കെട്ടിയ ശക്തി, അവൻ പാരമ്പര്യമായി ഇതിനെ കെട്ടിയ ശക്തി, അവൻ നിന്നെ താഴ്ത്തിക്കളയുവാൻ, ഒതുക്കിക്കളയുവാൻ, ഒടുക്കിക്കളയുവാൻ, നിന്റെ പേര് പറഞ്ഞു കെട്ടിയ ബന്ധനങ്ങൾ, നിന്റെ കുടുംബത്തിന്റെ പേര് പറഞ്ഞു കെട്ടിയ ബന്ധനങ്ങൾ, നിന്റെ ഭവനത്തിന്റെ വ്യക്തികളെ ഒതുക്കിക്കളയുവാൻ കെട്ടിയ ബന്ധനങ്ങൾ ഇന്ന് രാത്രി ആരാധനയുടെ മഹത്വം ഇവിടെ വെളിപ്പെടുമ്പോൾ അഴിഞ്ഞു മാറും. ഞാൻ സേവിക്കുന്ന കർത്താവ് ഇന്ന് രാത്രി നിന്റെ അഗ്നി കൊണ്ട് അഭിഷേകം ചെയ്യട്ടെ. ദൈവങ്ങളുടെ വ്യാപാരത്താൽ അഭിഷേകം ചെയ്യട്ടെ. മാതൃ ദൈവത്തെ ആരാധിച്ചാട്ടെ, ശക്തമായി ദൈവത്തെ ആരാധിച്ചാട്ടെ. Hallelujah. 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 പ്രിയമുള്ളവരെ, ആരാധന ഇങ്ങനെയല്ല. ശരിക്കും ആരാധിച്ചാൽ കസര പോലും അവിടെ ഇരിക്കത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചില തല അനങ്ങത്തില്ല, കൈ മാത്രം അനങ്ങ. ദേഹത്തെ ഈ ആത്മാവിനെ ഇളക്കി മറിക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. നാവിൽ കൂടെ വ്യാപരിക്കുന്ന ശക്തി ഒരാളിക്കത്തുന്ന തീയാണ്. ആത്മാവിന്റെ പ്രവാഹം നിന്റെ അകത്ത് വ്യാപരിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരുന്ന അഗ്നിയാൽ നിന്റെ കെട്ടുകൾ അഴിയുന്ന മാത്രമല്ല, ശരീരത്തിന്റെ ബന്ധനം അഴിയുന്ന മാത്രമല്ല, കുടുംബത്തിന്റെ ബന്ധനം അഴിഞ്ഞ് നീ സ്വതന്ത്രനായി പോകാൻ കഴിയുന്നത് എന്റെ പ്രസംഗത്തിന്റെ പ്രസക്തിയല്ല, ആ കൂട്ടത്തിന്റെ വലിപ്പമല്ല, ആമേൻ, പള്ളിയുടെ മനോഹാരിതയല്ല, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തിയുടെ അളവാണ് നിന്നെ വിടുവിക്കപ്പെടുന്നത്. എത്രത്തോളം ആത്മാവിൽ നീ നിറയുമോ അത്രത്തോളം നിന്റെ മേൽ വിടുതൽ വ്യാപരിക്കും. എത്രത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്തുമോ അത്രത്തോളം ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വ്യാപരിക്കും. അത് തലമുറയായി കെട്ടിയായാൽ, മാതൃക ശക്തിയായാലും, യേശുവിന്റെ നാമത്തിൽ ഞാൻ അഴിക്കുകയാണ്, ഞാൻ അഴിക്കുകയാണ്. ഹല്ലേലൂയ. കത്തട്ടെ, നെരിപ്പോട് കത്തുന്ന പോലെ പരിശുദ്ധാത്മാവ് ഒന്ന് കത്തട്ടെ ജീവശരീരത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. രഗബലരഗദ അജ്ജരാദ രബരബക്ഷൗദല. ആമേൻ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. ഇന്ന് രാത്രിയിൽ നേരം വെളുക്കുന്നത് വരെ ആരാധിക്കാൻ ആഗ്രഹമുണ്ട്. സമയം അതിവേഗത്തിൽ ഓടുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ. യേശു ക്രിസ്തു പാപങ്ങളെ വിടുവിപ്പാൻ ഈ ലോകത്തിലേക്ക് വന്നു. യേശു ക്രിസ്തു രാജാവായി വാഴാൻ പോകുന്നു. അവൻ രാജാതി രാജാവാണ്. യേശു ക്രിസ്തു അഗ്നി കൊണ്ടും ആമേൻ തീ കൊണ്ടും അഥവാ സ്നാനപ്പെടുത്തുന്നവനാണ് നമ്മുടെ യേശു. സാത്താനെ ആരാധിക്കുവാൻ വിട്ടുകൊടുക്കാതെ ജീവദൈവത്തെ ആരാധിക്കുവാൻ കൽപ്പിക്കുകയും അതിലേക്ക് പ്രേരണയും ചെയ്തവനാണ് കർത്താവ്. ആരാധനയുടെ മഹത്വം വെളിപ്പെടുത്തി ലോകത്തിൽ ജയശീലാളിനായി മരിച്ച ഉയർത്തെഴുന്നേറ്റ യേശുവാണ് നമ്മുടെ രക്ഷിതാവ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വായിച്ച ഭാഗം, ലാസർ മരിച്ചു, ധനവാനും മരിച്ചു. ധനവാൻ യാതനാ സ്ഥലത്ത് കിടന്നുകൊണ്ട് അവൻ മുകളിലോട്ട് നോക്കി. പ്രൈസ് ദി ലോർഡ്.
അവന്റെ കണ്ണുകൾ മിന്നുന്ന പ്രഭയുടെ നടുവിൽ അബ്രഹാമിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ നോക്കുകയാണ്. ധനവാൻ യാതനാ സ്ഥലത്ത് കിടന്നുകൊണ്ട് ഉയരോട്ട് നോക്കിയപ്പോൾ പർദീസയിൽ ലാസറിനെ കാണുന്നു. അവന്റെ വീട്ടിന്റെ പടിപ്പുരയിൽ വ്രണം പിടിച്ചവനായി ആരാരുമില്ലാതെ കിടന്ന മനുഷ്യനെ ദൈവം അബ്രഹാമിന്റെ മടിയിലെത്തിച്ചു. എന്താണ് അതിന്റെ കാരണം? എബ്രായ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? ദൈവത്തിന്റെ ദൂതന്മാര് സേവകാത്മാക്കളാണ്. ലാസർ വ്രണം പിടിച്ചു കിടന്നപ്പോഴും നായ്ക്കൾ അവന്റെ വ്രണം തക്കിയെങ്കിലും രക്ഷിക്കപ്പെട്ടവരുടെ സേവകാത്മാക്കളാണ് ദൂതന്മാർ. ലാസർ മരിച്ചപ്പോൾ ദൂതന്മാരാണ് വന്ന് സേവ ചെയ്തു കൊണ്ടുപോയത്. ദൈവത്തിന്റെ ദൂതന്മാർ മരണസമയത്ത് ഒരാളിന്റെ അടുത്ത് നിൽക്കണമെങ്കിൽ, അടുത്ത് വരണമെങ്കിൽ ആ വ്യക്തി രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും വിശ്വസിച്ച് സ്നാനപ്പെടുകയും ചെയ്തവന്റെ അവനെയാണ് രക്ഷിക്കപ്പെട്ടവനെന്ന് പറയുന്നത്. ലാസർ സ്നാനപ്പെട്ടതായിട്ട് പറയുന്നില്ല, പക്ഷേ ദൂതന്മാര് അവന്റെ ശരീരത്തെ അല്ല ആത്മാവിനെ പർദീസിലേക്ക് കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാതെ കിടന്ന ലാസറിനെ ദൈവത്തിന്റെ സൈന്യം, മിന്നുന്ന ശോഭയുള്ള ദൈവത്തിന്റെ അഹമ്പടി സൈന്യം, ദൈവത്തിന് അത്ര സൈന്യം, കോടി ഇൻഡു കോടി, കോടി കോടി ദൂതന്മാരിൽ ഒരു സൈന്യം താഴേക്കിറങ്ങി വന്ന് മരിച്ച ലാസറിന്റെ ആത്മാവിനെ കൈകളിൽ എന്തിക്കൊണ്ട് അവർ മാർച്ച് ചെയ്ത് മിന്നൽ വേഗത്ത് അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാൻ മരിച്ചു. അവന്റെ ആത്മാവ് യാതനാ സ്ഥലത്ത്, അവൻ മരിച്ചു കഴിഞ്ഞ് കണ്ണുകൾ തുറന്നത് പുഴുക്കടയിടയിൽ, ചാഹാത്ത പുഴുക്കടയിടയിൽ, കെടാത്ത തീയുടെ നടുവിൽ, ഇരുട്ടുള്ള സ്ഥലത്ത്, പല്ലു കടിയും കരച്ചിലുമുള്ള സ്ഥലത്ത് അവൻ കണ്ണ് തുറന്നു. മറ്റവന്റെ കണ്ണ് പർദീസയിൽ അബ്രഹാമിന്റെ സന്നിധിയിൽ ഒരു കൂട്ടം വിശുദ്ധന്മാരോട് കൂടെ അവന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഒരു ദിവസം മരിക്കും. ചിലര് പറയും, അങ്ങനെയാണെങ്കിൽ ക്രൂശിൽ കിടന്ന കള്ളന് അപ്പോഴവനൊരു മാനസാന്തരം ഉണ്ടായല്ലോ. രണ്ട് പേര് ക്രൂശിൽ തൂങ്ങപ്പെട്ട് രണ്ട് വശത്ത്. ഒരുത്തൻ പറഞ്ഞു, ആമേൻ, നീ കുറ്റം ചെയ്തവനാണെന്ന് അവനെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ മറ്റോൻ പറഞ്ഞു, നാം സമശിക്ഷാവിധിയിലായിട്ടും നാം കുറ്റക്കാരാണ്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അവന്റെ മുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തിയിട്ട് അവൻ പറഞ്ഞു, അങ്ങ് രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. അവസാന നിമിഷം അവന് മാനസാന്തരപ്പെടാൻ കിട്ടിയ ഒരു സെക്കൻഡ്, സ്നാനപ്പെടാൻ സമയമില്ല. ആമേൻ. അവൻ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിനോട് മരിച്ചു, അവൻ ക്രിസ്തുവിനോട് തന്നെ ഉയർത്തെഴുന്നു. അതാണ് സ്നാനത്തിന്റെ മർമ്മം. അവൻ ഏറ്റു പറഞ്ഞു. കർത്താവ് മറുപടി കൊടുത്തു, ഇന്ന് നീ എന്നോട് കൂടെ പർദീസിലിരിക്കും. ക്രൂശിൽ കണ്ണുകൾ അടഞ്ഞവന്റെ കണ്ണുകൾ ക്രിസ്തുവിനോടുകൂടെ തുറക്കപ്പെട്ടു. പർദീസയിൽ നമ്മുടെ കണ്ണുകൾ ഒരു ദിവസം അടയും. നമ്മുടെ കണ്ണുകൾ എവിടെയാണ് തുറക്കപ്പെടുന്നത്? ഇന്ന് രാത്രി ലോകത്തെ രണ്ടായി ദൈവം വിഭാഗിച്ചിട്ടുണ്ട്. ആമേൻ. ചിലരുടെ കണ്ണുകൾ ന്യായവിധി ദിവസത്തിൽ തുറക്കപ്പെടും. ചിലരുടെ കണ്ണുകൾ
കർത്താവിന്റെ പുനരാഗമനത്തിൽ തുറക്കപ്പെടും. ഹല്ലേലൂയ. ലോകം നമ്മെ ചവിട്ടി മൂടിയാലും കല്ലറാഴത്തിൽ കൊറോണയൊക്കെ വന്നപ്പോൾ 14-16 അടി ആഴത്തിൽ ചില ഭക്തന്മാരെ എനിക്ക് അടക്കുവാൻ അവസ്ഥ എനിക്കുണ്ടായി. 10-16 അടി ആഴത്തിൽ. എത്ര ആഴത്തിൽ അടക്കിയാലും, സമുദ്രത്തിന്റെ ആഴത്തട്ടിൽ മരിച്ചു പോയാലും, ഹല്ലേലൂയ, ഭൂമിയിൽ എവിടെ മരിച്ചാലും, ഹല്ലേലൂയ, അവൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, സ്നാനപ്പെട്ടവനാണെങ്കിൽ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് കറച്ചുളുക്കം വാട്ടം മാലിന്യമില്ലാത്ത ഒരു വിശുദ്ധ മണവാട്ടിയാണെങ്കിൽ കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ജീവനോട് ശേഷിക്കുന്ന നാമെല്ലാം അവനോടുകൂടെ രൂപാന്തരം പ്രാപിക്കും. സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം, ദൈവപർവ്വതം ദൂതന്മാരുടെ വാസസ്ഥലം, ഏദൻ പ്രതീക്ഷ മനുഷ്യന്റെ പാവമില്ലാത്ത വാസസ്ഥലം, ഭൂമി മനുഷ്യവാസസ്ഥലം, നരകം ആമേൻ പിശാചിനും അവന്റെ കൂട്ടർക്കും വേണ്ടി ഒരുക്കപ്പെട്ട് പത്രോസ് അപ്പോസ്തലൻ പറയുന്ന പാപം ചെയ്ത ദൂതന്മാരെ ബന്ധിച്ച് ചങ്ങലകളിൽ ആമേൻ കെട്ടപ്പെട്ട് അടയ്ക്കപ്പെട്ടതാണ് നരകം. ന്യായവിധിക്കായി അവരെ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അവരെ കൂടെയാണ് ചിലരുടെ കണ്ണുകൾ തുറക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. പക്ഷേ അതിനു മുമ്പായി ഒരു കാര്യം ഞാൻ പറയാം. നരകത്തിൽ നിന്റെ പാവിയുടെ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിന്റെ കണ്ണുകൾ തുറക്കപ്പെടും. ഒരു ദുഷ്ടൻ മരിച്ച് അവൻ ഭൂമിയിൽ അടക്കപ്പെട്ടാൽ, നിങ്ങൾക്കറിയാം, ഭൂമിയുടെ ഉപരിതലം മനുഷ്യവാസം, ജീവനോടിരിക്കുന്നവർക്ക് വസിക്കുവാൻ ദൈവം ഒരുക്കപ്പെട്ട സ്ഥലം. ഭൂമിക്കാഴം കല്ലറകളുടെ സ്ഥലമാണ്, ചത്തുപോയരെ കുഴിച്ചിട്ട സ്ഥലം. അങ്ങനെ 2 ഗ്രൂപ്പാണെന്ന് ഭൂമിയിലുള്ളത്. ഒന്ന് കുഴിച്ചിടപ്പെട്ടവർ, മറ്റത് ജീവനോടിരിക്കുന്നവർ. കുഴിച്ചിടപ്പെട്ടവർ പല കാറ്റഗറിയിലുള്ളവരാണ്. സമ്പന്നന്മാർ കാണാം, മഹത്തുക്കൾ കാണാം, പ്രധാനികൾ കാണാം, ശ്രേഷ്ഠന്മാർ കാണാം. എല്ലാവരും മരണമെന്ന 3 അക്ഷരത്തിന്റെ മുമ്പിൽ മുട്ടുമടങ്ങിയിട്ടുണ്ട്. ലോകത്തെ കിടുകിട വിറച്ച ചക്രവർത്തിമാര്, രാജ്യങ്ങളെ അടക്കി വാഴുവാൻ ശ്രമിച്ച രാജാക്കന്മാര്, വിവിധ നിറത്തിലുള്ള കൊടി പാറിപ്പറപ്പിക്കുവാൻ ശ്രമിച്ച ലോകത്തിലെ നേതാക്കന്മാര് മരണത്തിന്റെ മുമ്പിൽ മുട്ടുമടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ദിവസം മരിക്കും. ഇതിൽ വിശുദ്ധന്മാരും മരിച്ചിട്ടുണ്ട്. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുണ്ട്, ദുഷ്ടന്മാരുണ്ട്. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാര് കർത്താവ് ഇന്ന് വന്നാൽ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് മരിച്ചിരിക്കുന്ന വിശുദ്ധന്മാരും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരും അവരിട്ടിരിക്കുന്ന യൂണിഫോം, ഈ വസ്ത്രങ്ങളെ താഴേക്ക് വലിച്ചെറിഞ്ഞിട്ട് നിമിഷ നേരം കൊണ്ട് ഒരു കോഴിമുട്ടയ്ക്കകത്തിരിക്കുന്ന ആ കറുത്ത കരു രൂപാന്തരം പ്രാപിച്ച് 19 ദിവസം കഴിയുമ്പോൾ 2 കണ്ണും ഒരു ചുണ്ടും 2 ചിറകും ആമേൻ ഒരു ശരീരവുമുള്ള ഒരു പുത്തൻ രൂപത്തിൽ, ഒരു പുത്തൻ നിറത്തിൽ, ഒരു പുത്തൻ ആമേൻ ഭാവത്തിൽ, പുത്തൻ പാട്ടോടുകൂടെ കോഴിക്കുഞ്ഞ് പുറത്തു വരുന്നത് പോലെ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരും മരിച്ച വിശുദ്ധന്മാരും ആമേൻ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ നിറത്തിൽ, ഭാവത്തിൽ, അതേ ശരീരത്തോടുകൂടെ അവർ കല്ലറയ്ക്കകത്ത് നിന്ന് പുറത്തു വന്ന് പ്രാക്കൾ പോലെ ആകാശത്തിലേക്ക് പറക്കും, കാഹളം ധ്വനിക്കും. വിശുദ്ധന്മാർ കല്ലറയ്ക്കകത്ത് നിന്ന് ചട ഉയർക്കും. അവരുടെ മേൽ മരണത്തിന് അധികാരമില്ല, പാപത്തിന് അധികാരമില്ല, പൈശാചിക ശക്തികൾക്ക് അധികാരമില്ല. ലോകശക്തികൾ മരണദൂതൻ ഈ കല്ലറയുടെ മുകളിൽ നിന്ന് പറയും, ഇവനെ കൊടുക്കാൻ പറ്റുകയില്ല. മോശയുടെ ശരീരത്തിന് വാദിച്ചതുപോലെ ഒരു വിശുദ്ധന്റെ ശരീരത്തിന്റെ മേൽ അവൻ ജീവനോടിരുന്നപ്പോൾ വാദിച്ചു.
മരിച്ചു കഴിയുമ്പോഴും അവന്റെ ശരീരത്തിനെ കുറിച്ച് വാദിക്കും. ദൈവത്തിന്റെ പ്രധാന ദൂതൻ ഇറങ്ങി വന്ന പ്രധാന ശബ്ദം മുഴക്കി പിശാചിനെ ശാസിച്ച് ആമേൻ ദൈവത്തിന്റെ കാഹളം മുഴങ്ങുമ്പോൾ അവർ ജനത്താമേ ലോകത്ത് നിന്ന് ഒരു സൈന്യം പോലെ ഉയരങ്ങളിലേക്ക് മാർച്ച് ചെയ്യും. ഹല്ലേലൂയ. അതാണ് ഞങ്ങളുടെ പ്രത്യാശ. ഇനി ഇത് വിശ്വസിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ മരിക്കാതിരിക്കണം. ദൈവം പറഞ്ഞു നീ മരിക്കും, മരണാന്തരം ന്യായവിധി ഉണ്ട്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. A God appointed a day of death and judgment. ലോകത്തിലെ സുപ്രീം കോടതികളുടെ ജഡ്ജിമാർ ഒരുമിച്ചൊരു തീരുമാനമെടുക്കുകയാണ്. ജനിക്കുന്ന മനുഷ്യൻ മരിക്കാൻ പാടില്ല. എല്ലാ സുപ്രീം കോടതികളും തീരുമാനമെടുത്താലും ദൈവം എടുത്ത തീരുമാനത്തെ മാറ്റുവാൻ കഴിയത്തില്ല. കറുത്തവനും വെളുത്തവനും വിദ്യാസമ്പന്നെല്ലാം മരിച്ചേ മതിയാവുകയുള്ളൂ. എന്നാൽ അവർ നിൽക്കുന്ന ഒരിടമുണ്ട്, അവിടെ കണ്ണുകൾ തുറക്കുന്നത് ന്യായാസനത്തിന്റെ മുമ്പാകെയാണ്. ഒരു വെള്ള സിംഹാസനം എന്റെ കർത്താവ് ആകാശത്തിന് ഭൂമിക്കും മധ്യയായി സ്ഥാപിക്കപ്പെടും. അവിടെ മരിച്ച ദുഷ്ടന്മാർ, ജീവനോടിരിക്കുന്ന ദുഷ്ടന്മാർ, അവർക്ക് വേണ്ടി പാതാളം ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് സംഗീതക്കാരൻ പറയുന്നത്. പാതാളം ഒരുങ്ങിയിരിക്കുന്നു ദുഷ്ടന്മാരെ സ്വീകരിപ്പാൻ. ഇവരെല്ലാവരും നീതിമാനായ ദൈവം നീതിയിൽ ന്യായം വിധിക്കേണ്ടതിന് ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് കൊണ്ടുവരും. ഞാനൊരു വെള്ള സിംഹാസനം കാണുന്നുണ്ട്, അതിലൊരുത്തനിരിക്കുന്ന ഞാൻ കണ്ടു. ആമേൻ. ആ ബാലവൃദ്ധം അവന്റെ മുമ്പിലേക്ക് വന്നു. വെളിപ്പാട് 20:10 മുതലുള്ള വാക്യങ്ങളാണ്. ആ ബാലവൃദ്ധം ജനങ്ങൾ അവന്റെ മുമ്പിൽ വന്നു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. ആമേൻ. കടന്നു വന്ന ജനങ്ങൾ ആദ്യമായി കണ്ണ് തുറന്ന് നോക്കുന്നത് ന്യായസ്ഥനായിരിക്കുന്ന കർത്താവിനെയാണ് കാണുന്നത്. സിംഹാസനൂഢനായിരിക്കുന്ന കർത്താവിനെയാണ് കാണുന്നത്. ആമേൻ. പത്മരാഗത്തോടും സൂര്യകാന്തത്തോടും സദൃശനായി സിംഹാസനത്തിരിക്കുന്ന കർത്താവ്. 1000 കോടി കോടി വിശുദ്ധന്മാര് അവന് മുമ്പിലിരുന്ന് സിംഹാസനൂഢനായിരിക്കുന്ന അവരെ നോക്കുകയാണ്. അതിന്റെ നടുവിലാണ് എന്റെ കർത്താവ് ഇരിക്കുന്നത്. അകത്ത് പുറത്തും കണ്ണുകൾ നിറഞ്ഞ കാള, കഴുക, സിംഹ, മനുഷ്യമുകളോടുകൂടെ ആരാധിക്കുന്ന സറാബുകളും കെരൂബുകളും തങ്ങളുടെ സംഗീതോപകരണങ്ങൾ ചിറകുയർത്തി പാട്ടുപാടി അവന്റെ മുമ്പിൽ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആരാധിക്കുന്നവരുടെ നടുവിൽ, ജ്വലിക്കുന്ന അഗ്നിനാളങ്ങളുടെ നടുവിൽ, തീനാളങ്ങളുടെ നടുവിൽ, മഴവില്ലിന്റെ ശോഭയോടുകൂടെ സിംഹാസനത്തിരിക്കുന്ന കർത്താവിന് ദുഷ്ടന്മാർ കാണും. ഒരു സമയത്ത് ആമേൻ അരക്കാശിന് വകയില്ലാതെ, തലചായ്ക്കാൻ ഇടമില്ലാതെ, ആമേൻ ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് ക്രൂശിൽ വെള്ളം ചോദിച്ചപ്പോൾ കയ്പ് കാടി കൊടുത്ത മനുഷ്യകരങ്ങൾ, ഒരു തെറ്റും ചെയ്യാതെ ആമേൻ അഞ്ഞപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവൻ, ചെകിടന് കേൾവി കൊടുത്തവൻ, മുടന്തനെ നടക്കുമാറാക്കിയവൻ, കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തവൻ, മരിച്ചു നാറ്റം വച്ച ലാസറിനെ ഉയർപ്പിച്ചവൻ, അവന്റെ അടുക്കൽ വന്ന് ആരും നിരാശരായി വിടാതെ ആമേൻ വാക്കുകൊണ്ടും സ്പർശനം കൊണ്ടും തൊങ്ങൽ കൊണ്ടും സൗഖ്യം കൊടുത്തവൻ, അവനെ ധൂമ്രവസ്ത്രം ധരിപ്പിച്ച് രക്താംബരം ധരിപ്പിച്ച് പീലാത്തോസിന്റെ മുമ്പിൽ നിർത്തുമ്പോൾ ആമേൻ അവനെ നോക്കിയിട്ട് ജനം പറഞ്ഞു, ബറബാസിനെ വിട്ടുതരിക, ബറബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക, ക്രൂശിക്കുക, യേശുവിനെ ക്രൂശിക്കുക. ആ ക്രൂശിക്കപ്പെട്ട യേശു രാജാതിരാജാവ്, ന്യായാധിപതിയായി, സിംഹാസനൂഢനായി, ഞങ്ങളുടെ ആരാധന ദൈവം, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, വിശുദ്ധന്മാരുടെ വീണ്ടെടുപ്പുകാരൻ, വിശുദ്ധന്മാരുടെ പ്രാണപ്രിയൻ, 10000 സുന്ദരൻ, വെണ്മയും ചുവപ്പുമുള്ളവൻ, അവനെ പോലെ പറയാനൊരാളുമില്ല.
അവനെ പോലെ സുന്ദരനാരുമില്ല. അവനെ കുറിച്ച് പാടാൻ ഇനി ഒരു നാവുകളില്ല. ആമേൻ. അവൻ നമ്മുടെ പ്രാണപ്രിയൻ, കഷ്ടതയിൽ താങ്ങിയവൻ, വേദനയിൽ ആശ്വസിപ്പിച്ചവൻ, ധൈര്യപ്പെടുത്തിയവൻ. ആമേൻ. ശത്രുവിന്റെ കയ്യിലേൽപ്പിക്കാതെ അവന്റെ ഉള്ളം കയ്യിൽ വഹിച്ചവൻ. ഇന്നിതാ ദുഷ്ടന്മാരെ ന്യായം വിധിക്കുവാൻ ന്യായാസനത്തിൽ ഇരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അറച്ചറച്ചു വരുന്നവൻ കാണുന്നത് വീണ്ടെടുക്കപ്പെട്ട യേശുവിനെ, രാജാതിരാജാവിനെ. ഇന്ന് രാത്രി ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിന്റെ കണ്ണ് തുറക്കുമ്പോൾ നീ കർത്താവിനോടുകൂടി ഇരിക്കുന്ന വിശുദ്ധ, കർത്താവ് പറഞ്ഞു, ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു വിശുദ്ധ കൂട്ടം. ആമേൻ. തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടം, നിർമ്മല കന്യക. ആമേൻ. ജീവിതത്തെ വിശുദ്ധിയോട് സൂക്ഷിച്ചവർ സിംഹാസനത്തിൽ ക്രിസ്തുവിനോടുകൂടി ഇരിക്കുമ്പോൾ ഒരു കൂട്ടം അർത്ഥനഗ്രായിട്ടല്ല, പൂർണ്ണനഗ്രായി. ഏത് ശരീരം കൊണ്ട് പാപം ചെയ്തു, കണ്ണുകൊണ്ട് പാപം ചെയ്തവൻ അതേ കണ്ണോടുകൂടെ. അതാണ് യേശു പറഞ്ഞത്, നിന്റെ കണ്ണുകൊണ്ട് പാപം ചെയ്യുന്നെങ്കിൽ ഒരു കണ്ണിനെ ചൂന്നെടുത്ത് ദൂരെ എറിയുക. നീ കുരുടനായി നരകത്തിൽ പോകുന്നതിന്, ആമേൻ, നീ കണ്ണില്ലാതെ സ്വർഗത്തിൽ പോകുന്നത് നരകത്തിൽ പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്. നിന്റെ കൈ നിനക്ക് ദോഷമായി തീർന്നാൽ കൈനെ വെട്ടിക്കളക. കൈയില്ലാത്തവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ സ്വർഗത്തിൽ പോകുന്ന നല്ലത്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നീ ഏതവയവം കൊണ്ട് പാപം ചെയ്തു, അതേ അവയവത്തിന്റെ ശിക്ഷ വാങ്ങുവാൻ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വരും. അവനവൻ ചെയ്ത പ്രവർത്തിക്ക് തക്കവണ്ണം, ആമേൻ, പ്രതിഫലം വാങ്ങേണ്ടതിന് എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കും. 9 വയസ്സായ കുട്ടികൾ ഇന്ന്, ആമേൻ, സഹപാഠികളെ കുത്തിക്കൊല്ലുന്നു. മനുഷ്യവർഗങ്ങൾ പാപികളായി തീർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കും. പുസ്തകങ്ങൾ തുറക്കും. പ്രപഞ്ചത്തിന്റെ പുസ്തകം തുറക്കും. പ്രകൃതിയുടെ പുസ്തകം തുറക്കും. ഉത്തരങ്ങൾ സംസാരിക്കുവാൻ തുടങ്ങും. ആമേൻ. നാം ഈ നിൽക്കുന്ന ലോകം നമുക്കെതിരെ സാക്ഷ്യം പറയും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം, റോമാലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, വേദപുസ്തകം നമുക്കെതിരെ സാക്ഷ്യം പറയും. നമ്മോട് ദൈവവചനം പറയുമ്പോൾ അത് കേൾക്കാതെ വന്നാൽ വചനം പറയും. 2025 മെയ് മാസം 1-ാം തീയതി ലോകം മുഴുവനും തൊഴിലാളി ദിനമായി കൊണ്ടാടിയപ്പോൾ ഒരു കൊച്ചുദേശി വന്ന് പ്രസംഗിച്ചത് ഓർക്കുന്നില്ലേ? ഈ ദൈവവചനത്തിൽ നിന്ന് പ്രസംഗിച്ചത് ഓർക്കുന്നില്ലേ? ന്യായവിസ്താര സമയത്ത് ദൈവവചന പ്രകാരം നിന്നെ ന്യായം വിധിക്കുന്ന ദിവസം വരും. ന്യായപ്രമാണ കാലത്ത് ജീവിച്ചവർക്ക് ന്യായപ്രമാണ പുസ്തകപ്രകാരം ന്യായം വിധിക്കും. ഇത് രണ്ട് ആമേൻ പൊങ്ങി വരാതിരുന്നാൽ നിന്റെ ഓർമ്മ പുസ്തകമുണ്ടല്ലോ, ഹൃദയത്തിനകത്തൊരു ഓർമ്മ. മനുഷ്യന്റെ ഹൃദയം കമ്പ്യൂട്ടറിനേക്കാൾ അധികം GB ഉൾക്കൊള്ളുന്നതാണ്. ജനനം മുതൽ മരണം വരെയുള്ള ചരിത്രങ്ങൾ ഹൃദയത്തിന്റെ ഹാർഡ് ഡിസ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തമ്പുരാൻ നിന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ നീ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും, നിന്റെ ഭാര്യയ്ക്ക് വിരുദ്ധമായി നീ ചെയ്തത്, ഭർത്താവിന് വിരുദ്ധമായി നീ ചെയ്തത്, ആമേൻ, നിന്റെ അയൽവാസിക്ക് വിരുദ്ധമായി ചെയ്തത്, ലോകത്തിൽ ഒരു കണ്ണും കണ്ടില്ല എന്ന് വരാം. പക്ഷേ ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ മറഞ്ഞിട്ടില്ല. ഹാർഡ് ഡിസ്ക് നിന്റെ മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിന്റെ പല്ലുകൾ കടിച്ചുരുമം. അവസാനമായി ആമേൻ പല പുസ്തകങ്ങൾ, ന്യായപ്രമാണ പുസ്തകം, പ്രപഞ്ചമാകുന്ന പുസ്തകം, ആമേൻ നീ ജീവിക്കുന്ന പുസ്തകം, ജീവിക്കുന്നവരുടെ പുസ്തകം, ഇങ്ങനെ പുസ്തകങ്ങൾ പലതുണ്ട്. അവസാനമായി ജീവപുസ്തകം എന്നൊരു മറ്റൊരു പുസ്തകം തുറക്കും. നിരക്ഷിക്കപ്പെടുമ്പോൾ നിന്റെ പേര് അവിടെ എഴുതും. നീ പള്ളിയിൽ വരുമ്പോൾ എഴുതത്തില്ല,
നീ കാണിക്ക കൊടുക്കുമ്പോൾ എഴുതത്തില്ല, നീ സാക്ഷി പറയുമ്പോൾ എഴുതത്തില്ല, രോഗസൗഖ്യത്തിന് വേണ്ടി എണ്ണ പ്രാർത്ഥിച്ചു പോയത് കൊണ്ട് ആമേൻ എഴുതത്തില്ല, പള്ളിയിൽ സാധനങ്ങൾ വാങ്ങിക്കൊടുത്താൽ എഴുതത്തില്ല. എപ്പോഴാണ് നിന്റെ ഹൃദയം കർത്താവിൽ ഏൽപ്പിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞ് യേശുവേ നീ എൻ്റെ രക്ഷിതാവാണ്, നീ എൻ്റെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുമ്പോൾ, കർത്താവ് നിന്റെ വീണ്ടെടുപ്പുകാരനാകുമ്പോൾ, അപ്പോൾ പുസ്തകം തുറക്കപ്പെടും. ഇന്നയാള് ആമേൻ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടു. എത്ര പേർക്ക് വിശ്വാസമുണ്ട് എൻ്റെ പേര് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന്? ഇന്ന് രാത്രി പ്രസംഗം കേട്ടിട്ട് പോകുമ്പോൾ നിങ്ങൾ തീരുമാനിക്കണം. ചിലരുടെ കണ്ണുകൾ ന്യായാസനത്തിന്റെ മുമ്പാകെ തുറക്കപ്പെടുമ്പോൾ നഗ്നനായി വന്നിട്ട് അവരുടെ ജീവിത പ്രവർത്തികളെ ആമേൻ രേഖപ്പെടുത്തി വെളിപ്പെടുത്തുമ്പോൾ അവിടെ കണ്ണുകൾ ലജ്ജിച്ചു പോകും, അവർ തല താഴ്ത്തി പോകും. എന്നാൽ ജീവപുസ്തകം തുറക്കുമ്പോൾ പേരെഴുതി വായിക്കും. പേരെഴുതിയവരുടെ പുസ്തകത്തിൽ ഒരു കൂട്ടം അവിടെ ഇരിപ്പുണ്ട്, നിൽപ്പുണ്ട്. അവർ രക്ഷിക്കപ്പെട്ടവരാണ്, വിശുദ്ധന്മാരാണ്. അവരോട് പറയും, പിതാവായ ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിലേക്ക് പൊയ്ക്കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ചിലര് പറയും, ആമേൻ ഈ നരകത്തിൽ പോകാൻ റെഡിയായി നിൽക്കുന്ന ഒരു കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരൊക്കെ ഞങ്ങൾ അടയാളങ്ങൾ അത്ഭുതങ്ങളോടൊക്കെ ചെയ്തു. പക്ഷേ ആമേൻ യേശുവോട് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. മാനസാന്തരപ്പെടാതെ നീ അത്ര നല്ല പ്രവൃത്തി ചെയ്താലും കർത്താവ് പറയും നിന്നെ അറിയത്തില്ല. പ്രമാണമനുസരിക്കാതെ നീ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും കർത്താവ് പറയും ഞാൻ നിന്നെ അറിയിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഇരുട്ടുള്ള, പല്ല് കടിക്കുന്ന, ആമേൻ നിലവിളിക്കുന്ന, ആ അഗ്നി ആളിക്കത്തുന്ന, കെടാത്ത പുഴുവുള്ള ആ രാജ്യത്തിലേക്ക് പൊയ്ക്കൊള്ളുവീൻ. അറയ്ക്കപ്പെട്ടവർ, ബിംബാരാധികൾ, പോഷ്കിൽ പ്രിയപ്പെടുന്നവർ, കുലപാതകന്മാർ, ഇവർക്കുള്ള ഓഹരി ശമ്പളം ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. പക്ഷെ ഇവർക്കുള്ള ഓഹരി തീയും കത്തുന്ന ഗന്ധവുമത്രേ. ഇത് രണ്ടാമത്തെ മരണം. ഇവരെ ഒതുക്കി പാതാളത്തിൽ ആളിക്കത്തുന്ന തീയിലേക്ക് ഇവരെ വലിച്ചെറിയുമ്പോൾ പല്ലുകടിയോടുകൂടെ അലറിക്കരഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് നരകത്തിലേക്ക് പോകും. ഇവർക്ക് ഓർമ്മശക്തിയുണ്ട്, ചിന്തിക്കാനുള്ള കഴിവുണ്ട്, അവർക്ക് ശരീരത്തിൻ്റെ ബന്ധുക്കളെ കുറിച്ചുള്ള താല്പര്യമറിയാം. കാരണം ധനവാൻ മരിച്ചു കിടന്നപ്പോൾ, മരിച്ച് യാതനാസ്ഥലത്ത് എന്നപ്പോൾ അവന് കോമൺ സെൻസ് ഉണ്ട്, കണ്ണുകൾക്ക് കാഴ്ചയുണ്ട്. നാമൻ സ്വർഗത്തിലിരിക്കുന്ന ലാസറിനെ കാണാനുള്ള ആ കണ്ണിന് കാഴ്ചയുണ്ട്, അവനോട് അപേക്ഷിക്കാനുള്ള ചിന്തയുണ്ട്, തൻ്റെ സഹോദര വർഗത്തെക്കുറിച്ചുള്ള ഒരു ഭാരം അവനുണ്ട്. അവൻ നരകത്തിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, ഇങ്ങോട്ടവനെ എൻ്റെ നാക്കിനെ ഒന്ന് നനപ്പിക്കാൻ, ചെറുക്കുട്ടി വിരലുകൊണ്ട് ലാസർ ഒന്ന് നനയ്ക്കാൻ കുട്ടം പിടിച്ചവൻ്റെ കൈകൊണ്ട്, ആർക്കും വേണ്ടാത്തവൻ്റെ കൈകൊണ്ട് കർത്താവ് ഒന്ന് രൂപാന്തരപ്പെടുത്തിയപ്പോൾ, അവന്റെ ശരീരത്തിനെ പുതുക്കിയപ്പോൾ, ഇപ്പം ധനവാന് പോലും അവന്റെ ചെറുക്കുട്ടി വിരലൊന്ന് തൊട്ടാ മതി. ഇതാണ് ദൈവം ഒരാളെ സന്ദർശിച്ചാലുള്ള മാറ്റം. നിന്നെ ഇന്ന് വിടക്കുന്നെണ്ണിയാൽ, ലോകം നിന്നെ പഴിച്ച് തള്ളിയെന്ന് എണ്ണിയാൽ, ആമേൻ, ദൈവം നിന്നിൽ പകരുന്ന രൂപാന്തര ശക്തി, ആത്മാവിന്റെ ശക്തി, നീ ഒരു സാധാരണ വ്യക്തിയല്ല. അനേർക്ക് വേണ്ടി നീ ഇടിവിൽ നിന്നുകൊണ്ട് പല നന്മകൾ ചെയ്യുവാൻ നിന്നെ ഒരുക്കപ്പെടും. അത് ഈ ഭൂമിയിൽ മാത്രമേ നടക്കത്തുള്ളൂ, സ്വർഗത്തിൽ ചെന്നാൽ അത് നടക്കത്തില്ല. ധനവാനോട് അബ്രഹാം പറഞ്ഞു, നമുക്ക് തമ്മിൽ ഒരു വലിയ ഫിക്സഡ് ഗൾഫുണ്ട്, പിളർക്കപ്പെട്ടൊരു സ്ഥലമാണ്. ഓരോരുത്തരും മുകളോട്ട് പോകാനും പറ്റത്തില്ല, ഓരോരുത്തരും താഴോട്ട് വരാൻ പറ്റത്തില്ല. എത്ര പാട്ടുപൂജ നടത്തിയാലും, മരിച്ചതിന് ശേഷം എത്ര പ്രാർത്ഥന കഴിച്ചാലും, എത്ര കല്ലറ ആശീർവാദം നടത്തിയാലും, എത്ര കഞ്ഞി വീഴ്ത്തി നടത്തിയാലും, ചത്തവൻ
മടങ്ങി വരത്തില്ല. അത് സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ സാധ്യമല്ല. അതാണ് ബൈബിൾ പറയുന്ന. ആമേൻ. അബ്രഹാം പറയുന്നത് അങ്ങോട്ട് വരാനും പറ്റില്ല, ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അവിടെയൊക്കെ ചിലയിടത്തൊക്കെ ചത്തു കഴിഞ്ഞാൽ കല്ലറ ആശീർവാദ പ്രാർത്ഥന. ആമേൻ. എത്ര പ്രാർത്ഥിച്ചാലും സ്വർഗത്ത് പോകാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, അവനവൻ ചെയ്തത് നല്ലതാകിലും തീയതാകിലും പ്രതിഫലം വാങ്ങുവാൻ ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ. ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കറക്കളങ്കമില്ലാത്ത വിശുദ്ധ മണവാട്ടിയെ ദൈവം വെറുതെ വിടത്തില്ല. നരകത്തിലേക്ക് പല്ലും ആമൻ ചുണ്ടും കടിച്ചൊരു കൂട്ടിൽ പോകുമ്പോൾ ദൈവം ഒരുക്കിയിരിക്കുന്ന പുതിയ പട്ടണത്തിലേക്ക് അവർ ഒരുക്കപ്പെടുകയാണ്. ആകാശം പാചുരുളം പോലെ ചുരുണ്ടു പോകും. ആമേൻ. ഭൂമി മാറ്റപ്പെടും. നിമിഷ നേരം കൊണ്ട് ആമേൻ ഈ മനുഷ്യജാതിക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നിമിഷ നേരം കൊണ്ട് ഒരു കത്ത് കത്തി ആളിക്കത്തുന്ന ശബ്ദത്തോടുകൂടെ ഇത് കത്തി മാറും. ഇന്ന് ദൈവം സൂര്യപ്രകാശൻ, രാത്രിയിൽ വാഴുവാൻ ചന്ദ്രൻ, ഇതൊക്കെ മനുഷ്യന് ദൈവം കൊടുത്തത് സൃഷ്ടിച്ച ദൈവത്തെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ജീവുള്ള ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. 7 ഭൂഖണ്ഡങ്ങളെയും പ്രകാശിപ്പിക്കാൻ ഒറ്റ ബൾബ് കൊണ്ട് ദൈവം നിർത്തി തന്നത് ആ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ആമേൻ, നരകത്തിലേക്ക് അവരെ വിധിച്ച് തള്ളിയതിനു ശേഷം ആകാശം പാചുരുളം പോലെ ചുരുണ്ടു പോകും. ഭൂമി കത്തി മാറും. ഭൂമിയിലുള്ള പണികളെല്ലാം വെന്തു പോകും. ആമേൻ. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പത്രോസ് അപ്പോസ്തലൻ നോക്കിയിട്ട് പറഞ്ഞത്, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിനും തോന്നിയിട്ടില്ല. എത്ര മനോഹരമായ സൗധം, എത്ര മനോഹരമായ മനുഷ്യനെ ദൈവം ഭൂമിയിൽ മണ്ണ് കൊണ്ടുണ്ടാക്കുവാൻ ചില സെക്കൻഡുകൾ എടുത്തു. ഈ ഭൂമിയും പ്രപഞ്ചങ്ങളും ദൈവം ഉണ്ടാക്കുവാൻ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ചു. 2000 വർഷമായി യേശു പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ചേർത്തുകൊള്ളും. 2000 വർഷമായി എത്ര മനോഹരമായ സൗധം ദൈവം പണിതുകൊണ്ടിരിക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിൽ കിടന്നുകൊണ്ട് ആത്മവിവശനായി അവന്റെ കണ്ണുകൾ ആമേൻ നോക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, ആകാശം മാറ്റപ്പെട്ടു, ഭൂമി മാറ്റപ്പെട്ടു. ഒരു വലിയ സൗധം സ്വച്ഛ സ്ഫടിക തങ്കം പോലെ താഴേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച കാണുകയാണ്. എത്ര മനോഹരമായിരിക്കുന്നു അതിൻ്റെ സ്തോത്രം. ദൂരെ നിന്ന് നോക്കിയപ്പോൾ പളങ്ങിൻ്റെ ശുഭ്രനിറമത്തോടെ ഇങ്ങനെ താഴേക്ക് തെന്നി വന്നിട്ട് ഈ പുതിയ ഭൂമിയിൽ, ഈ പുതിയ ആകാശത്തിൻ്റെ നടുവിൽ സിംഹാസനരൂഢനായിരിക്കുന്ന കർത്താവ് ഈ പുതിയ യെരൂശലേം എന്ന് പറയുന്ന പട്ടണം താഴേക്ക് ഇറക്കി വയ്ക്കും. സ്തോത്രം. ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ പട്ടണത്തിൽ വിശുദ്ധന്മാര് ഇങ്ങനെ നോക്കും. 12 മുത്തുകളാൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന 12 ഗോപുരം. വടക്ക് 3 ഗോപുരം, കിഴക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. ഓരോ ഗോപുരങ്ങളും ഓരോ അടിസ്ഥാനങ്ങൾ. ആമേൻ. 12 വിധമായ മുത്തുകൾ, നീലരക്തം, മാണിക്യം, മരതകം, പുഷ്യരാഗം, പത്മരാഗം, വൈഡൂര്യം. ആമേൻ. സ്വച്ഛ സ്ഫടിക തങ്കം. ഇങ്ങനെ 12 മുത്തുകളാൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന 144 മുഴമുള്ള 12 ഗോപുരങ്ങൾ, 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ ഇതിലെ 12 അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ആ ഗോപുരത്തിന്റെ മുകളിൽ യാക്കോബിന് 12 മക്കളുണ്ടായിരുന്നു. 12 മക്കളും അവർ ജീവനുള്ള ദൈവത്തെ ആരാധിച്ചു. ദൈവം അബ്രഹാമിന് വെളിപ്പെടുത്തിയ ഈ നിത്യാരാധന, അബ്രഹാം പഠിപ്പിച്ച ആരാധന, ഇസാക്കിന് പറഞ്ഞുകൊടുത്ത ആരാധന, യാക്കോബിന് പറഞ്ഞുകൊടുത്ത എവർലാസ്റ്റിംഗ് വർഷിപ്പ്, എവർലാസ്റ്റിംഗ് ആരാധന, നിത്യാരാധന.
ആരാധിച്ച 12 പേരുടെ പേരുകൾ ഗോപുരത്തിന്റെ മുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇവിടത്തെ ഒരു മനുഷ്യന്റെ പേരും അവിടെ ഇല്ല. എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന വിശുദ്ധന്മാര്, അത് നിങ്ങളാകാം, വിശുദ്ധന്മാര് എളിയവരാകാം. ആമേൻ. ലോകത്തുള്ള വിശുദ്ധന്മാര് അവർ സാധാരണ വസ്ത്രങ്ങളല്ല, ഒരു അലക്കുകാരനും അലക്കാൻ കഴിയാത്ത വെണ്മേറിയ വസ്ത്രം, ഒരു മണ്ണാലും വെളുപ്പിക്കാൻ കഴിയാത്ത വെണ്മേറിയ വസ്ത്രം ആമേൻ ധരിച്ചുകൊണ്ട്, ഈ ദ്രവിക്കുന്ന ശരീരമല്ല, പുഴുവരിക്കുന്ന ശരീരമല്ല, മരണത്തിനടിമയായ ശരീരമല്ല, മർത്യ ശരീരമല്ല, ആമേൻ, മരണമില്ലാത്ത ഉയർച്ചയുള്ള തേജസ്സുള്ള സ്വർഗീയ ശരീരം, അതിൻ്റെ മീതെ തേജസ്സിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ആമേൻ അവർ നടക്കുന്ന തെരുവീതി സാധാരണ തെരുവീതിയല്ല, സ്വച്ഛ സ്ഫടിക തങ്ക തെരുവീതിയിൽ കൂടെ വിശുദ്ധ ജനം മാർച്ച് ചെയ്യാൻ പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഇത് കാണുമ്പോൾ, ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയം പ്രത്യാശ കൊണ്ട് നിറയുകയാണ്. ഹല്ലേലൂയ. ഒരു സൈന്യം ആമേൻ നമുക്ക് ചുറ്റും ദൂതന്മാർ നിന്നുകൊണ്ട് ആമേൻ സൈന്യത്തിൻ്റെ അധിപനായി ഞാൻ പല മാർച്ചുകൾ ഏർപ്പെട്ടിട്ടുണ്ട്. സ്വതന്ത്ര സേന ആമേൻ യാത്രകളൊക്കെ ആമേൻ മാർച്ച് ചെയ്യുവാൻ, സൈന്യത്തോടു കൂടെ മാർച്ച് ചെയ്യുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. ഞാൻ പറയട്ടെ, സൈന്യാധിപൻ മുമ്പേ നടക്കും, ഞങ്ങളെല്ലാം അതിൻ്റെ പുറകിൽ ആമേൻ രാജകീയ വസ്ത്രം ധരിച്ചുകൊണ്ട്, സൈന്യത്തിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് അതിൻ്റെ പുറകെ നടക്കും. ഇന്ന് രാത്രിയിൽ പറയട്ടെ, വിശുദ്ധന്മാരുടെ സൈന്യാധിപൻ, സൈന്യങ്ങളുടെ യഹോവയായ ദൈവം, അവന് മുമ്പായി സ്വച്ഛ സ്ഫടിക തങ്ക തെരുവീതിയിൽ അവൻ സൈന്യത്തിന്റെ തലവനായി മാർച്ച് ചെയ്ത് മുമ്പേ നടക്കും. അവൻ എന്തുകൊണ്ട് തലവനായി? ലോകത്തെ ഒതുക്കാൻ വന്ന പൈശാചിക മണ്ഡലത്തെ അവൻ ജീവൻ കൊടുത്തു. അവന്റെ മേൽ അവനെ പരസ്യ കോലമാക്കി, അവന്റെ തല തകർത്തു. അവൻ സൈന്യാധിപനാണ്, അവൻ സേനകളിൽ അധിപനാണ്, ആമേൻ സൈന്യങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. അവന്റെ ഉയർപ്പിന്റെ ശക്തിയാൽ വാഴ്ചകളെയും അധികാരങ്ങളെയും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയെയും കർത്തൃത്വങ്ങളെയും സിംഹാസനങ്ങളെയും അവന്റെ കീഴാക്കി രക്ഷിക്കപ്പെട്ട തന്റെ ജനത്തിനു വേണ്ടി സകലത്തിലും മീതെ, അത്യന്തം മീതെ, സകലനാമത്തിലും മീതെ ദൈവം അവനെ ഉയർത്തി. അവൻ സൈന്യാധിപൻ തന്നെയാണ്. ആ സൈന്യാധിപൻ നമുക്ക് മുമ്പേ മാർച്ച് ചെയ്യുമ്പോൾ സൈന്യത്തിന്റെ പുറകില് ആമേൻ, അവന്റെ പുറകില് ആമേൻ വിശുദ്ധന്മാര്, മണവാട്ടി, കറച്ചുളുക്കം വാട്ടം മാലിന്യമില്ലാത്ത തന്റെ രക്തം കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ട ജനം അവന്റെ പുറകെ നടക്കും. ആമേൻ. പഴയ വിശുദ്ധന്മാരും പുതുവ വിശുദ്ധന്മാരും 1000 ആണ്ടിൽ രക്ഷിക്കപ്പെട്ടവരും എല്ലാവരും അവന്റെ പുറകെ നടക്കും. അതിന്റെ അഹമ്പടിയോടുകൂടെ ദൈവത്തിന്റെ ദൂതന്മാര് സൈന്യത്തോട് മാർച്ച് ചെയ്യും. രാപ്പകൽ ആരാധന ഉയരും. സൈന്യത്തിന്റെ ആരാധന, വിശുദ്ധന്മാരുടെ ആരാധന സാധാരണ ആരാധനയല്ല. ഇതുവരെ വിശ്വാസത്താൽ ആരാധിക്കുന്നു. അന്ന് അവന്റെ മുഖം കണ്ട് ആരാധിക്കും, അന്ന് അവന്റെ സന്നിധിയിൽ ആരാധിക്കും, അന്ന് വിശുദ്ധന്മാർ ഒരുമിച്ച് ആരാധിക്കും. അന്ന് അബ്രഹാമിനോട് ചേർന്ന് ആരാധിക്കും, അന്ന് ഇസാക്കിനോട് ചേർന്ന് ആരാധിക്കും, അന്ന് യാക്കോബിനോട് ചേർന്ന് ആരാധിക്കും, അന്ന് പൗലോസിനോട് ചേർന്ന് ആരാധിക്കും, അന്ന് അവൻ വിശുദ്ധന്മാരോട് ചേർന്ന് ആരാധിക്കും. നാം കാണാത്ത വിശുദ്ധന്മാർ, നാം കേൾക്കാത്ത വിശുദ്ധന്മാർ, കഷ്ടം സഹിച്ച വിശുദ്ധന്മാർ, രക്തസാക്ഷികളായി തീർന്ന വിശുദ്ധന്മാർ, ജീവനെ പണയം വെച്ച് ആത്മാക്കളെ നേടിയ വിശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ. സൈന്യത്തിന്റെ തലവൻ ഒരു വലിയ വിരുന്ന് കഴിക്കുമെന്നാണ് യേശു പറഞ്ഞത്. അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ അവൻ ഈ തലമുറയിലെ വിശുദ്ധന്മാർ ഒരുമിച്ച് വിരുന്ന് കഴിക്കുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞു. ആ വിരുന്നുശാല, കുഞ്ഞാടൊരുക്കുന്ന ആ വിരുന്നുശാലയിൽ ആമേൻ രാജീയ പ്രൗഢിയോടുകൂടെ, രാജീയ വസ്ത്രധാരണയോടുകൂടെ കർത്താവ് ആമേൻ എഴുന്നേറ്റ് വരും. വന്ന് തൻ്റെ വിശുദ്ധന്മാരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും.
വെളിപ്പാട് പുസ്തകം 21:1 മുതൽ 3 വരെയുള്ള വാക്കുകൾ നമുക്കൊന്ന് വായിച്ച് പാട്ടുപാടി നമുക്ക് ആരാധിച്ച് വിടുതലേറ്റത് വായിച്ചാട്ടെ. ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവം നമ്മോടുകൂടെ വസിക്കാൻ പോവുകയാണ്. ഇതുവരെ ഇമ്മാനുവേലായിരുന്നു, അവൻ നമ്മോട് കൂടെ. പക്ഷേ അക്ഷരികമായി ദൈവം നമ്മോട് വസിക്കാൻ പോകുന്ന രാത്രിയില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല. പിന്നെ അവൻ നമ്മോട് കൂടെ വസിക്കും. അടുത്ത അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. പല വിഷയത്തിന് വേണ്ടി കരയുന്ന ദൈവമൈതലേ, നീ രഹസ്യ അറകളിൽ നിന്ന് കരയുന്നില്ലേ? ഇന്നവന്റെ ആദർശകരം നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നെങ്കിൽ ആമേൻ, ഒരു ദിവസം വരും സ്വർഗീയ കരം കൊണ്ട് നിന്റെ കണ്ണുനീർ തുടയ്ക്കും. ഇനി നീ കരയേണ്ടി വരത്തില്ല പ്രിയ പൈതലേ. നിന്റെ ഹൃദയം പൊട്ടിക്കരഞ്ഞ പല വിഷയങ്ങളില്ലേ? രഹസ്യ അറകളിൽ നീ നിലവിളിച്ച നിമിഷങ്ങളില്ലേ? നിന്റെ പ്രാർത്ഥന ആരും അറിയുന്നില്ലേ എന്ന് നീ കേഴുന്നില്ലേ? ഇന്ന് രാത്രി അവസാന രാത്രിയാണ്. കർത്താവ് തന്റെ ആദർശകരെ കൊണ്ട് കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവസമാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ണുനീരെല്ലാം തുടച്ചു കളയും. പിന്നെ ഇനി മരണമുണ്ടാകത്തില്ല. ദുഃഖവും മുറവിളിയും ഒരു വീട്ടിലും ഇനി ശവപ്പെട്ടി ഉണ്ടാക്കത്തില്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആദാമേ, നീ പാപം ചെയ്തു. പിശാചേ, ആദാമിനെ നീ വഞ്ചിച്ചു. എന്നാൽ പാപത്തിന്റെ അധികാരിയായ, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ അവൻ താഴ്ത്തി. അവനെ എന്നേക്കുമായി നിത്യ തീയിലേക്ക് തള്ളിക്കളഞ്ഞു. ഇനി മരണത്തിന്റെ അധികാരി അവിടെ ഇല്ല. എന്നേക്കുമായി ശവപ്പെട്ടി അടയ്ക്കപ്പെട്ടു. എന്നേക്കുമായി ഇനി കല്ലറകളില്ല. പിന്നെ ദുഃഖവും മുറവിളിയുമില്ല. അടുത്ത് കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നിങ്ങനെ അവൻ കൽപ്പിച്ചു. കർത്താവ് പറഞ്ഞ കാര്യമാണ്, ഞാൻ പറഞ്ഞതല്ല പ്രിയമുള്ളവരെ. നരകത്തിൽ കണ്ണു തുറന്നവൻ നരകത്തിൽ കിടന്ന് യാതന അനുഭവിക്കുമ്പോൾ, ആമേൻ, സ്വർഗത്തിൽ കണ്ണു തുറന്നവൻ അവൻ സ്വർഗത്തിൽ കോടാനുകോടി വർഷക്കാലം ദൈവമായി വസിപ്പാൻ പോകുന്നു. പുതിയ യെരൂശലേം മനോഹരമായ പട്ടണം, സ്വച്ഛ തെരുവീതി, തങ്കത്തെരുവീതി. ഇന്ന് രാത്രി നാം പോകുന്ന പട്ടണം അത് തങ്കത്തെരുവീതിയാണ്. 1500 മൈൽ നീളം, 1500 മൈൽ വീതി, 1500 മൈൽ ഉയരമുള്ള ആ തങ്കത്തെരി. ആരോ ചോദിച്ചു, പാസ്റ്ററെ, നമ്മൾ സ്വച്ഛ സ്ഫടിക തങ്കത്തെരുവീതിയിൽ കൂടെയല്ലേ നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അരക്കഴിഞ്ഞ് കാതിലിടുന്നതിന് എന്നാ കുഴപ്പം? കാലിഞ്ച് കഴുത്തിലിടുന്നതിന് എന്നാ കുഴപ്പം? അതിട്ട എന്നാ ആവും? സ്തോത്രം. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ഇവിടത്തെ സ്വർണവും അവിടുത്തെ സ്വർണവും വ്യത്യാസമുണ്ട്. നാം ചെന്നെത്തുന്ന സ്ഥലം ജീവനുള്ള പുതിയ യെരൂശലേം. ഇത് ജീവനില്ലാത്ത വസ്തുക്കളാണ്. ഇത് ഒരു നിശ്ചിത അളവ് കഴിയുമ്പോൾ ഈ വസ്തുക്കളെല്ലാം ഉരുകിപ്പോകും.
നീ എത്ര പവൻ ധരിച്ചാലും തീ കത്തുമ്പോൾ അതെല്ലാം ഉരുകിപ്പോകും. പക്ഷെ പുതിയ യെരൂശലേമിലുള്ള തങ്കത്തെരുവീതി പ്രൈസ് ദി ലോർഡ് ഒരു കാലത്ത് ഉരുകുന്നതല്ല. എത്ര ചൂട് തട്ടിയാലും അത് ഉരുകത്തില്ല. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ വഞ്ചിച്ച പിശാച് സ്വർഗത്തിൽ അവനെ ഉണ്ടാക്കിയപ്പോൾ അവന് തങ്കത്തെരുവീതിയുടെ തകിടിനുള്ളിൽ മുത്തുകളാൽ അവന്റെ ചിറകുകളെ ഉണ്ടാക്കി. അതുകൊണ്ട് അവൻ അഹങ്കാരിയായി തീർന്നു. അവൻ ദൈവത്തിന് മീതെ കയറുവാൻ അവൻ പാപം ചെയ്തു, നിഗളിയായി. അതുകൊണ്ട് ദൈവം അവനെ വെട്ടി താഴെ തള്ളി. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നീ ആഭരണത്തെ നീക്കിക്കളക. അരനിമിഷം ഞാൻ നിന്റെ കൂടെ നടന്നാൽ ആമേൻ ഞാൻ നിന്നെ ദഹിപ്പിക്കും, നശിപ്പിക്കുമെന്ന് പുറപ്പാട് 35 പറയുന്ന പോലെ അരനിമിഷം ഞാൻ നിന്റെ കൂടെ നടക്കത്തില്ല. സാത്താൻ നിഗളികളായി തീർന്ന പോലെ നിങ്ങൾ നിഗളികളായിരിക്കാതിരിപ്പാൻ നീക്കിക്കളയ ഓരേ പർവ്വതത്തിൽ അരുളി ചെയ്തു. സ്വച്ഛ തങ്കത്തെരുവീതിയിൽ കൂടെ നടക്കുമ്പോൾ ജീവനുള്ള വ്യക്തികൾ, ജീവനുള്ള പുതിയ യെരൂശലേമിന്റെ നടുവെ നടക്കും. ഇന്ന് രാത്രി ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ കണ്ണുകൾ തുറക്കുമ്പോൾ എവിടെയായിരിക്കും? നിത്യ നരകമായിരിക്കുമോ, നിത്യ സ്വർഗമായിരിക്കുമോ? ഇനി ഒരുപക്ഷെ ദൂത് നിങ്ങൾ കേട്ടില്ലെന്ന് വരാം, ഒരുപക്ഷെ ഇതുപോലെ ശബ്ദം നിങ്ങൾ കേട്ടില്ലെന്ന് വരാം. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ലോകത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. പാകിസ്ഥാനും ഇന്ത്യയും യുദ്ധത്തിന്റെ വരമ്പിലെത്തി. ആമേൻ, യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ തലകളെ ഉയർത്തിവിൻ. വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. അവൻ വന്നാൽ കണ്ണിമയ്ക്കുന്നതിൽ നാം എല്ലാം രൂപാന്തരം പ്രാപിക്കും. ഒരു നിമിഷം എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. കർത്താവേ, ഒരു നല്ല അവസരം ഈ ആയുസ്സിൽ ഞങ്ങൾക്ക് തന്നു, ഈ ശരീരത്തെ ഞങ്ങൾക്ക് തന്നു, ഞങ്ങൾക്ക് കൈകാലുകളെ ദൈവം തന്നു. ഇത് വിശ്വസിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ജ്ഞാനവും വിവേകവും തന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ കണ്ണുകളടയുമ്പോൾ ആമേൻ, ഞങ്ങളുടെ കണ്ണുകൾ തുറക്കേണ്ടത് അങ്ങയുടെ പാദപീഠത്തിലാകട്ടെ, കർത്താവിൻ്റെ മുമ്പിലാകട്ടെ. വിശുദ്ധന്മാർ ഉയർക്കുന്നതിൻ്റെ കൂടെ ഞങ്ങളുടെ കണ്ണുകൾ തുറന്ന് സ്വർഗത്തിലേക്ക് വരുവാൻ കർത്താവേ നീ എന്നെ ഒരുക്കണമേ. ഒരു ദുഷ്ടന്റെ മരണം അവന്റെ കണ്ണുകൾ അടയുമ്പോൾ നരകത്തിൽ കണ്ണുകൾ തുറക്കാതെ ന്യായാസനത്തിന്റെ മുമ്പാകെ അവന്റെ കണ്ണുകൾ തുറക്കുമ്പോൾ ദൈവമേ, നിന്റെ സന്നിധിയിൽ ആ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു കണ്ണുകളായി, പുതിയ ശരീരങ്ങളായി ഉയർക്കുവാൻ കൃപ എൻ്റെ മേൽ പകരണമേ. സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. കാലമെല്ലാം കഴിയും, കാണുന്നതെല്ലാം അഴിയും, പുതിയ യുഗം പിരിയും, തിരികെ വരാതെ നിത്യതയിൽ മറയും. ഇന്ന് രാത്രി നമ്മുടെ തലകളെ വണക്കാം, ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാം. നാം നരകത്തിൽ പോകാതിരിക്കേണ്ടതിന് പുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് വിശ്വസിക്കുന്നവന് ആമേൻ അവൻ രക്ഷകനായി മാറും. ഇതുവരെയും നീ ഒരു സത്യ ക്രിസ്ത്യാനിയായി രക്ഷയുടെ സന്തോഷം പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് രാത്രി ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ പകരുക. പ്രിയപ്പെട്ടവരെല്ലാം കൈവിട്ടെന്ന് വരാം, ബന്ധുക്കൾ കൈവിട്ടെന്ന് വരാം, സ്വന്തക്കാർ കൈവിട്ടെന്ന് വരാം. കൈവിടാത്തവൻ നിന്നെ മാറോട് ചേർത്ത് ശവപ്പെട്ടിക്കപ്പുറമായി നിത്യസിംഹാസനത്തിന് മുമ്പാകെ നിന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇന്ന് നിന്നെ മാടി വിളിക്കുന്നു. വരിക യേശുവിന്റെ അടുക്കൽ. അവൻ എത്ര നല്ലവനാണ്. അവന്റെ അടുക്കലേക്ക് വരിക. അവൻ നിനക്ക് വീണ്ടെടുപ്പും രക്ഷയും ദാനമായി തരുന്നു. വിശ്വസിക്കുക. അവനും ആമേൻ അവന്റെ പൈതലായി തീരുവാൻ ഹൃദയംഗമായി ഏൽപ്പിച്ചു കൊടുക്കുക. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരുടെ ആ അവസ്ഥയിലല്ല എൻ്റെ അവസ്ഥ. നാമേൻ ജീവിക്കുന്നവരുടെ നടുവിൽ ജീവനോടുകൂടെ ക്രിസ്തുവിനെ കാണുവാൻ ദൈവമേ നീ ഭാഗ്യം തരണമേ. ആഗ്രഹിക്കുന്നവര് ആമേൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ. ഇതുവരെ ഒരു വിശ്വസ്ത യേശുവിന്റെ സാക്ഷിയായി തീർന്നില്ലെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ആരെങ്കിലും അങ്ങനെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗം സന്തോഷിക്കും. ഇന്ന് രാത്രി അങ്ങനെയുള്ളവരുടെ കരങ്ങൾ ഒന്ന് ഉയർത്തിയാട്ടെ. ദൈവം നിങ്ങളുടെ അവസ്ഥകളെ അറിയുന്നു.
ആമേൻ, ആമേൻ. ഒരു സത്യ ക്രിസ്ത്യാനിയായി, സാധാരണ ക്രിസ്ത്യാനിയായിട്ടല്ല, ആമേൻ, വിശ്വസ്തനായി ധൈര്യമായി കൈ ഉയർത്തിയാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. കാഹളം ധ്വനിക്കും, മരിച്ചവരക്ഷയരായി ഉയർക്കും. നാം കൈവിടപ്പെട്ടു പോകാതിരിപ്പാൻ, കർത്താവിന്റെ എടുത്തുകൊള്ളപ്പെടുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ആമേൻ. ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, ആമേൻ, കൈ ഉയർത്തിയവരാന്തി എഴുന്നേറ്റാട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവൻ നല്ലവനല്ലോ. കൈ ഉയർത്തിയവര് ധൈര്യമായിട്ട് എഴുന്നേറ്റ് നിന്നാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരാളായാലും രണ്ടുപേരായാലും പല കരങ്ങളും ഇവിടെ ഉയർന്ന് ഞാൻ കണ്ടു. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവൻ നിങ്ങളുടെ ഹൃദയത്തിൽ രാജാതി രാജാവായി അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ വാഴാൻ പോവുകയാണ്.